എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ IAPSC ആൽബർട്ട ചാപ്റ്ററിന്റെ സെമിനാറിൽ നമ്മുടെ മുഖ്യാതിഥിയായും സ്പീക്കറായും പ്രൊഫസർ ഡോക്ടർ യു നന്ദകുമാർ സാറിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഡോക്ടർ യു നന്ദകുമാർ സാർ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ മേഖലയിൽ പ്രശസ്തനായ ഒരു അധ്യാപകരും ചിന്തകനുമാണ്. നോർത്ത് അമേരിക്കയിൽ റീഹാബിലിറ്റേഷൻ മെഡിസിൻ എന്ന വിഷയത്തിൽ ദീർഘകാലമായി അക്കാഡമിക് അനുഭവം നേടിയ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വിവിധ മെഡിക്കൽ കോളേജുകൾ കേരളത്തിന്റെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫസറായി പ്രവർത്തിച്ചിട്ടുണ്ട്. അധ്യാപകനും ചികിത്സാ രംഗവും മാത്രമല്ല, ശാസ്ത്രത്തെ സമൂഹമായി ബന്ധിപ്പിക്കുന്നതിലും അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മലയാളം ശാസ്ത്ര മാസികയിലും ലൂക്ക എന്ന ഓൺലൈൻ ശാസ്ത്ര ജേണലിന്റെയും എഡിറ്റോറിയൽ സംഘത്തിലും സജീവ അംഗമാണ്. ആരോഗ്യ മേഖലയിലെ തെറ്റായ വിവരങ്ങൾക്കും വ്യാജ വിവരങ്ങൾക്കും എതിരെ നിലകൊള്ളുന്ന സംഘടനയിലെ ശാസ്ത്ര ആശയവിനിമയത്തിനായി പ്രവർത്തിക്കുന്നതും അദ്ദേഹത്തിന് ശ്രദ്ധേയമായ സംഭാവനകളിലൊന്നാണ്. ആരോഗ്യം, ദർശനം, സാഹിത്യം എന്നീ വിഷയങ്ങളെ ഒരുപോലെ സ്പർശിക്കുന്ന അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ശാസ്ത്രീയവും കൃത്യതയും മനുഷ്യ സാന്ദ്രതയും ഒരുമിച്ച് ഉൾക്കൊള്ളുന്നതാണ്. അറിവിനെ ലളിതമായി എന്നാൽ ആഴത്തിൽ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി ഇന്ന് നമ്മൾ കേൾക്കാനിരിക്കുന്ന പ്രഭാഷണത്തിനും വലിയ പ്രസക്തി നൽകുന്നു. ഇന്നത്തെ വേദിയിൽ അനുഭവസമ്പന്നനായ ഡോക്ടറുടെ നിലപാടും ചിന്തകനായ ഒരു എഴുത്തുകാരന്റെ കാഴ്ചപ്പാടും ശാസ്ത്ര ആശയവിനിമയത്തിന്റെ സാമൂഹിക ഉത്തരവാദിത്വവും അദ്ദേഹം പങ്കുവയ്ക്കും. അദ്ദേഹത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യുന്നതിനായി ജോസഫ് ഏട്ടനെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ക്രിസ്മസിന്റെ പുതുവത്സരത്തിന്റെ എല്ലാവിധ ആശംസകളും ആദ്യമേ തന്നെ എല്ലാവർക്കും നേരുകയാണ്. ഇനി എനിക്ക് തന്നിട്ടുള്ള 2 മിനിറ്റാണ് പ്രൊഫസർ ഡോക്ടർ യു നന്ദകുമാർ സാറിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിച്ചു വാങ്ങിയ ഒരു ഭാഗമാണിത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹവും ഞാനും ഒരേ സംഘടനയിൽ പല കാലഘട്ടത്തിലായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. 1980കളില് ഉടിലോലോന്നിലോ ഓരോ നല്ലൊരു കക്കൂസാണ് ഇന്ന് ആദ്യം വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ച് ശാസ്ത്രായത്ത വർഷത്ത് പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിൽ എടുത്തോളൂ എന്ന് പറഞ്ഞിരുന്ന ശാസ്ത്രായത്ത വർഷത്ത് 87 കേരളം പൂർണ്ണ സാക്ഷരത നേടി ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനമായി. 87കളിൽ തന്നെ കേരളത്തിലെ അന്നത്തെ ജനകീയ ആസൂത്രണത്തോടുകൂടി കേരളത്തില് എല്ലാ വീടുകളിലും ഓരോ കക്കൂസെങ്കിലും ആയി തീർന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 1984 പുകയില്ലാത്ത അടുപ്പമായിട്ട് അന്ന് വിറക് വെച്ച് കത്തിക്കുന്ന അടുപ്പുകളായിരുന്നു നമ്മുടെ നാട്ടില്, ഗ്യാസ് ആയിട്ടില്ല. പുകയില്ലാത്ത അടുപ്പമായിട്ട് ഞാനൊക്കെ പോക്കുകളില് തുളത്ത് വെച്ചോണ്ട് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ 8ാം സെമസ്റ്റർ വിദ്യാർത്ഥിയായിരുന്ന ശ്രീകുമാറും ഞാനും ഒക്കെ ഇങ്ങനെ വെച്ചോണ്ട് വീട്ടമ്മമാരെ കേട്ടോളൂ നിങ്ങൾക്കുള്ളൊരു വാർത്ത ചെയ്താ എന്ന് പറഞ്ഞു പോയിരുന്ന സമയത്ത് ഞങ്ങളുടെ അയലോക്കത്തുള്ള അമ്മച്ചിയൊക്കെ ചോദിക്കുമായിരുന്നു, എടാ ജോസേ, എന്നെ നാട്ടിൽ ജോസ് എന്നാ വിളിക്കുന്നുണ്ട്, എടാ ജോസ് നിനക്ക് ഒരു പണിയില്ല, വീട്ടിൽ പോയി പശുവിന് തീറ്റടാ, അല്ലെ പശുവിന് പോച്ച പറിച്ചു കൊടുക്കടാന്ന്. പക്ഷേ എങ്കില് അന്ന് ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യത്തിന്റെ ഭാഗമായിട്ട് പിന്നീട് വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ആയപ്പോ അല്ല 2000 ആയപ്പോ ഇന്ന് നമ്മുടെ നാട്ടില് ഗ്യാസ് അടുപ്പ് ഉണ്ടെങ്കിൽ തന്നും പോലും എല്ലാ വീട്ടിലും പുകയില്ലാത്ത ഒരടുപ്പ് വെക്കുന്ന രീതിയായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കുറെ ആൾക്കാർ ഉൾപ്പെട്ട ഒരു സംഘടനയായ കേരള ശാസ്ത്രസാഹിത്യ പരിഷത്തില് നന്ദകുമാർ സാറും ഞാനും ഒക്കെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ നന്ദകുമാർ സാറിനെ കുറിച്ച് ഇനി അധികം പറയുന്നില്ല, കാരണം സിനി ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞത് കൊണ്ട്, പ്രത്യേകിച്ച് സമയം വളരെ വിലയേറിയതുമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഇതിന്റെ പ്രധാനപ്പെട്ട ഈ സെമിനാർ നയിക്കുന്ന പ്രൊഫസർ ഡോക്ടർ യു നന്ദകുമാർ സാറിനെ IAPC ആൽബർട്ട ചാപ്റ്ററിന്റെ പേരിലും IAPCയുടെ പേരിലും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത്, ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി ഇതിലേക്ക് ഓൺലൈനിൽ കയറിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും, പല ചാപ്റ്ററിൽ നിന്നുള്ളവരുണ്ട്, ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളവരുണ്ട്, നിങ്ങൾ ഓരോരുത്തരെയും ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി പുതുവത്സരത്തിന്റെയും ക്രിസ്മസിന്റെയും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമുക്ക് തുടങ്ങാമോ? തുടങ്ങാം സർ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എനിക്കൊരു വലിയൊരു ഓണറാണ് നിങ്ങളെല്ലാവരും എന്നെ വിളിച്ചിട്ട് എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ
എഴുത്തുകാർ വായനക്കാരെ കാണുന്നത് എങ്ങനെ, വായനക്കാർ എഴുത്തുകാരെ കാണുന്നത് എങ്ങനെ എന്നുള്ള ഒരു വിഷയമാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമാണ്. അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് തോന്നുന്നത് പണ്ട് കാലം തൊട്ട് തന്നെ എഴുത്തും വായനയും ഒരു വലിയൊരു പാരസ്പര്യത്തിന്റെ അകത്ത് നിൽക്കുന്ന രണ്ട് മേഖലകളാണ്. എഴുത്തുകാർ വായനക്കാരാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അപ്പോൾ എല്ലാ എഴുത്തുകാരും വായനക്കാരിൽ എത്തണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് വായനക്കാർക്ക് വേണ്ടിയാണ് ഓരോരുത്തരും എഴുതുന്നത്. വായനക്കാരെ നേരിട്ട് സ്പർശിക്കുന്ന എഴുത്തുകാരുണ്ട്, അല്ലെങ്കിൽ എഴുത്ത് എന്നുള്ള മാധ്യമത്തിൽ കൂടി വായനക്കാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന എഴുത്തുകാരുണ്ട്. തിരിച്ചുകൊണ്ട് വായനക്കാർ എഴുത്തുകാരെയും സ്വാധീനിക്കുന്നുണ്ട്, പല രീതിയിലും ഉണ്ട്. സ്വാധീനത്തിനപ്പുറം എഴുത്തുകാർ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് എഴുത്തുകാർ വായനക്കാർ അവരുടെ ഭാവനയിൽ കാണുന്നത്. അങ്ങനെയും ഒരു വിശേഷം അതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സ്പർശിച്ചു പോകാമെന്നാണ് ഞാൻ ഇന്ന് കരുതുന്നത്. ഞാൻ എൻ്റെ ഒരു കുറച്ച് സ്ലൈഡൊന്ന് ഷെയർ ചെയ്യാം. എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, അല്ലേ? ഷെയർ കാണുന്നുണ്ടല്ലോ, അല്ലേ? ഞാനൊന്നത് ഫുൾ സ്ക്രീൻ ആക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ? കാണാമല്ലോ. സ്ലൈഡ് കാണാമല്ലോ, അല്ലേ? പവർ പോയിന്റ് കേട്ടില്ല, സോറി. അപ്പൊ ഇതാണ് ഹൗ റീഡേഴ്സ് സി റൈറ്റേഴ്സ്. അതിന്റെ തിരിച്ചുകൊണ്ട് കേട്ടോ, ഇത് 2-way പ്രോസസ്സാണ്. നമ്മൾ ഒരാളിനെ കാണുന്ന കമ്മ്യൂണിക്കേഷൻ മാതിരിയാണ്. ഒരു 2-way പ്രോസസ്സാണ്. ഒരു പ്രോബ്ലി ഇന്നത്തെ രീതി പറഞ്ഞാൽ മൾട്ടി ലെയേർഡ് പ്രോസസ്സാണ് അത് നടക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു ക്ലട്ടറിലാണ്. അതിൻ്റെ അകത്തിരുന്നൊരു വായനക്കാരനെ ഒന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെ ആലോചിച്ച് നോക്കാം. ഒരു ഭയങ്കരമായ ക്ലട്ടർ. ഇതൊരു റിയൽ ലൈഫ് പിക്ചറാണ്. ജപ്പാനിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു പിക്ചറാണ്. ജാപ്പനീസ് വലിയ ഓർഡർലി ലൈഫ് ആണെങ്കിലും അവർക്കൊരു ക്ലട്ടേർഡ് ലൈഫും കൂടെ അതിൻ്റെ പിന്നിൽ കിടപ്പുണ്ട്. അതിനെ കാണിക്കുന്ന ഒരു ഇമേജാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലട്ടേർഡ് ലൈഫിൻ്റെ അകത്താണ് നമ്മൾ ഓരോരുത്തർ നിൽക്കുന്നത്. നമ്മുടെ വീടൊക്കെ വൃത്തിയായിട്ടൊക്കെ വയ്ക്കുമെങ്കിലും നമ്മുടെ ഇൻപുട്ടുകളും നമ്മുടെ ചുറ്റുപാടുമുള്ള നമുക്ക് കിട്ടുന്ന സ്റ്റിമുലസും എല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ, വെർച്വലായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തൊന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് ക്ലട്ടേർഡാണ്. ഈ ക്ലട്ടേർഡ് ലൈഫിൻ്റെ അകത്തുനിന്ന് ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരിടത്തൊരു ഓർഡർ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഓരോ എഴുത്തുകാരും ചെയ്യുന്നത്. ഓരോ വായനക്കാരനും അതാണ് ചെയ്യുന്നത്. വായിക്കുന്ന സമയത്ത് അയാൾ ഇത് ഒരു ഓർഡർലി ആയിട്ട് എന്തോ കാണാൻ ശ്രമിക്കും. എഴുത്തുകാരനും വായനക്കാരനും കൊടുക്കുന്ന വിഭവം ഒന്ന് കട്ട് ചെയ്ത് ടൈലർ ചെയ്ത് ഒന്ന് സ്മൂത്ത് ആക്കി അയാൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കും. ഈ ഒരു 2-way പ്രോസസ്സ് അതിൻ്റെ അകത്തുണ്ട്. ഇതേമാതിരി നമുക്ക് ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം, വായനക്കാരുടെ എഴുത്തുകാരാര എന്താണ്, എഴുത്തുകാരുടെ വായനക്കാരെന്ന് പറയുന്നത് എന്താണ് എന്നതാണ്. അതിനകത്തും ഇങ്ങനെയൊക്കെയാണ്. നമുക്കൊരു പുസ്തകശാലയോ അല്ലെങ്കിൽ ബുക്കുകളും വീട്ടിലൊക്കെ വായിക്കുന്നവരുടെ വീടൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. അതിൻ്റെ അകത്തുനിന്ന് ഒരു പുസ്തകം കണ്ടുപിടിക്കുന്നതോ തിരിച്ചു വയ്ക്കുന്നതോ റിട്രീവ് ചെയ്യുന്നതും ഒക്കെ വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ അകത്തു നിന്നാണ് വായനക്കാരൻ എഴുത്തുകാരനെ കണ്ടെത്തുന്നതും എഴുത്തുകാരൻ ഇങ്ങനെയുള്ള ഇടത്തേക്കാണ് അവരുടെ ആശയം വായനക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യം തൊട്ടേ ഏതാണ്ട് അങ്ങനെയാണ്. ഞാൻ കുറച്ചൊന്ന് ഹിസ്റ്ററി പറഞ്ഞിട്ട് പുതിയ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ നോവലിൻ്റെ ഏറ്റവും ആദ്യം നോവൽ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്ന് പറയുന്നത് ഇന്ദുലേഖയാണ്. അത് 1889. അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. 89 ആണ് അത് പബ്ലിഷ് ചെയ്തത്. അത് വലിയൊരു പബ്ലിക്കേഷൻ ഹിസ്റ്ററി. കാര്യം ഇന്ദുലേഖ എഴുതുമ്പോൾ കേരളത്തിലെ ആൾക്കാർക്ക് വേണ്ടി എങ്ങനെ എഴുതണം എന്ന് ചന്ദ്രമേനോന് ഒരു ഗ്രാഹ്യവുമില്ല. അദ്ദേഹം വായിച്ചിട്ടുള്ളൊക്കെ ഇംഗ്ലീഷ് പുസ്തകം മാത്രമേ ഉള്ളൂ. അദ്ദേഹം തന്നെ അതിൻ്റെ മുഖവരിയിൽ പറയുന്നുണ്ട്, കേരളത്തിലെ ഇദ്ദേഹം ഇംഗ്ലീഷ് നോവലുകൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിട്ട് ഇതിൻ്റെ കഥ എന്താണെന്ന് കൂടെ ചോദിക്കും. അത് ഇദ്ദേഹത്തിന്റെ വായനയ്ക്ക് ഒരു അലോസരം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതും ഒരു വായനയും എഴുത്തും നമ്മളൊരു ബന്ധമാണ്. കൂടെ ഇങ്ങനെ ചോദിക്കുകയും അത് അദ്ദേഹത്തിന്റെ വായനയെ ഇന്ററപ്റ്റ് ചെയ്യുകയും ചെയ്തപ്പം ഇദ്ദേഹം വിചാരിച്ചു വീട്ടിലെ സ്ത്രീകൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പുതിയൊരു സംരംഭം ഉണ്ടാകണം, ഒരു പുസ്തകം എഴുതിക്കൊണ്ട്, ഒരു നോവൽ ബുക്ക് എന്നാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. അങ്ങനെ എഴുതി ഉണ്ടാക്കിയതാണ് ഇന്ദുലേഖ. അപ്പൊ അദ്ദേഹത്തിന് പ്രീവിയസ് മോഡലില്ല. ആ രീതിയിൽ അദ്ദേഹം ഒരു വല്ലാത്തൊരു ക്രിയേറ്ററാണ്. അതിന്റെ പബ്ലിക്കേഷൻ ഹിസ്റ്ററി ഭയങ്കര രസമാണ്. അതൊരു 1889 നവംബറിലോ മറ്റുമാണ് പബ്ലിഷ് ചെയ്തത്. പക്ഷെ അടുത്ത 3 മാസം കൊണ്ട് 2-3 കോപ്പി തന്നെ 2-3 എഡിഷൻ പ്രിന്റ് ചെയ്ത് വിൽക്കേണ്ടി വന്നു. അത്രയ്ക്കധികം വായനക്കാരുണ്ടായി.
നമ്മൾ ആലോചിക്കണം, 1889 നമ്മുടെ സാക്ഷരത എന്നൊക്കെ പറയുന്ന പോലെ 10% ഒക്കെ ആയിരിക്കും. അതിനകത്താണ് ഈ ഒരു വിപ്ലവം നടക്കുന്നത്. അപ്പൊ എഴുത്തുകാരൻ അവിടെ വായനക്കാരനെ കണ്ടെത്തി എന്നുള്ളതാണ്, എന്തോ ഒരു മാജിക് വഴി കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ അടുത്ത പുസ്തകം മലയാളത്തിലുണ്ടായത് മാർത്താണ്ഡവർമ്മയാണ്. ഇനി മാർത്താണ്ഡവർമ്മ എഴുതിയ CV രാമപിള്ളയ്ക്ക് ഒരു പ്രത്യേക ഒരു ചരിത്രം നമ്മൾ അതിനെക്കുറിച്ച് വായനയും എഴുത്തും തമ്മിലുള്ള ബന്ധത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മളൊരു ശരാശരി ഒരു മലയാളികൾക്ക് ചോദിച്ചാൽ ആരാണ് CV രാമൻപിള്ള എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം പറയുക? എല്ലാവരും പറയുന്നു അദ്ദേഹം ചരിത്രാഖ്യായികകൾ എഴുതിയ ആളാണ് എന്നാണ്. അദ്ദേഹം ഒരുപാട് പുസ്തകം എഴുതിയിട്ടുണ്ട്. കുറില്ല കളരി, പിന്നെ ബട്ട്ലർ പപ്പൻ, അങ്ങനത്തെ കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ഇപ്പം എല്ലാവരും മറന്നുപോയി, ഇപ്പം ആരും വായിക്കുന്നുമില്ല. ഈ പുസ്തകങ്ങളൊക്കെ ബുക്ക് സ്റ്റാളുകളിൽ കിട്ടുമോ എന്ന് പോലും അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ചില ലൈബ്രറികളിലൊക്കെ കാണും. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ 3 പുസ്തകങ്ങൾ എന്തായാലും കിട്ടും. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ, ബഹദൂർ എന്നുള്ള 3 പുസ്തകങ്ങൾ ഇന്നും ലഭ്യമാണ്. അതിപ്പോഴും പ്രിന്റിലുണ്ട്, ലൈബ്രറികളിൽ കിട്ടും. അതിൽ മാർത്താണ്ഡവർമ്മ ഒത്തിരി പേര് വായിച്ചിട്ടുണ്ട്, ധർമ്മരാജ കുറച്ചു പേര് വായിച്ചിട്ടുണ്ട്, രാമരാജ, ബഹദൂർ ഒരുപാട് പേര് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ പുസ്തകത്തിന്റെ രീതി. പക്ഷെ ഈ പുസ്തകത്തിനെ കുറിച്ച് നമ്മളിപ്പം വായിച്ചിട്ടുള്ളവരും വായിച്ചിട്ടില്ലാത്തവരും മാർത്താണ്ഡവർമ്മയെ പറ്റി അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അവിടെയാണ് റൈറ്റർ റീഡർ എന്നുള്ള ഒരു ബന്ധം ഞാൻ സംസാരിച്ചു തുടങ്ങുന്നത്. ഇവിടുന്നാണ്. എന്താണ് ഈ ബന്ധം എന്ന് ചോദിച്ചാൽ, നമ്മൾ എല്ലാവരും പറയുന്നത് CV രാമൻപിള്ള എഴുതിയ 3 ചരിത്ര ആഖ്യായികകൾ. ആഖ്യായിക എന്ന് പറയുന്നത് നോവൽ എന്ന് പറയാം, ഫിക്ഷനെയൊക്കെ ആഖ്യായിക എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. അപ്പൊ ചരിത്രാഖ്യായിക എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ നോവൽ എന്നാണ്, ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷേ CV രാമൻപിള്ള ഒരിക്കലും അത് അങ്ങനെ അവകാശപ്പെട്ടിരുന്നില്ല, നമ്മൾ മനസ്സിലാവും. ഈ ചരിത്രാഖ്യായിക എന്നുണ്ടായത് പിന്നീട് ആൾക്കാർ പറഞ്ഞതാണ്. അപ്പൊ അതാണ് ഈ ആദ്യമായിട്ട് നമ്മൾ എഴുത്തുകാരനെ അയാൾ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വശത്ത് കൊണ്ടുപോയി സ്ഥാപിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരിക്കലും ചരിത്രാഖ്യായികയല്ല. ആദ്യത്തെ എഡീഷന്റെ ചിത്രമാണ് ഈ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അത് എഴുതിയേക്കുന്ന മാർത്താണ്ഡവർമ്മ എന്നാണ്, എന്നിട്ട് ഫുൾ സ്റ്റോപ്പും ഉണ്ട്. ഒരു പുതിയ കഥ എന്നാണ് CV രാമൻപിള്ള എഴുതിയേക്കുന്നത്. CV രാമൻപിള്ളയാൽ ഉണ്ടാക്കപ്പെട്ട മാർത്താണ്ഡവർമ്മ. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എ നോവൽ എന്നാണ്. ഇതിൻ്റെ അകത്ത് ഹിസ്റ്റോറിക്കൽ നോവൽ എന്നൊരു പ്രയോഗം ഇല്ല. അന്ന് ഹിസ്റ്റോറിക്കൽ നോവലുണ്ട്. വാൾട്ടർ സ്കോട്ടൊക്കെ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എഴുതിയിട്ടുള്ള ആളാണ്. വാൾട്ടർ സ്കോട്ട് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു ഏകലവ്യം ദ്രോണാചാര്യം എന്ന മാതിരിയുള്ള ബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. ഈ മാർത്താണ്ഡവർമ്മ തന്നെ വാൾട്ടർ സ്കോട്ടിന്റെ ഐവൻഹോ എന്നുള്ള പുസ്തകത്തിനെ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുള്ള, പിന്തുടർന്ന് എഴുതിയേക്കുന്ന പുസ്തകമാണ് മാർത്താണ്ഡവർമ്മ. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹം ഇത് ഹിസ്റ്റോറിക്കലാണെന്ന് ഒരിടത്തും പറയുന്നില്ല. അദ്ദേഹം സത്യത്തിൽ എഴുതിയത് അന്നത്തെ നാഗർകോവിൽ, തിരുവനന്തപുരം ഭാഗത്തുണ്ടായിരുന്ന പുരാവൃത്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പുസ്തകം തയ്യാറാക്കിയത്. പക്ഷെ നമ്മളിപ്പോൾ പറയുന്നത് മാർത്താണ്ഡവർമ്മ എ റൈറ്റർ ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ തെറ്റായിട്ടായാലും ഒരു എന്താ പറയുന്നത്, എഴുത്തുകാരൻ അവകാശപ്പെടാത്തതോ അല്ലെങ്കിൽ എഴുത്തുകാരൻ ചെയ്തിട്ടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റീഡർ എന്നുള്ള കപ്പാസിറ്റിയിൽ, നമ്മുടെ റീഡർ എന്നുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് റൈറ്ററിനെ പ്ലേസ് ചെയ്യുന്ന ഇതിന്റെ ആദ്യം തൊട്ട് തന്നെ, ഒന്നാമത്തെ നോവൽ തൊട്ട് തന്നെ ആ തെറ്റുണ്ടായിരുന്നുള്ളൂ. ഇത് രണ്ടാമത്തെ നോവലാണ് മലയാള സാഹിത്യത്തിലെ, രണ്ടാമത്തെ ലക്ഷണമത്തെ നോവലാണ് ഈ കാണുന്നത്. അവിടെ തൊട്ട് തന്നെ നമുക്ക് ഈ മാതിരിയുള്ള ഒരു പ്രശ്നം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കാണിക്കാനാണ് ഞാൻ ഇത്തരം പറഞ്ഞത്. അപ്പൊ റീഡർ റൈറ്റർ എന്നുള്ളതിന്റെ ഒരു സംഘർഷം അവിടെ തൊട്ട് തുടങ്ങുന്നുണ്ട്. ഇനി അടുത്ത ഒരു പുസ്തകം കൂടെ പറയുന്നത്, ഇത് മൂന്നാമത്തെ പുസ്തകമാണ് രാമരാജ ബഹദൂർ. അപ്പോൾ 1891 മാർത്താണ്ഡവർമ്മ പബ്ലിഷ് ചെയ്യുന്നത്. മാർത്താണ്ഡവർമ്മയ്ക്ക് വലിയൊരു വിപ്ലവമൊന്നും ഇവിടെ ഉണ്ടാക്കിയില്ല. കാരണം ആദ്യ കാലത്തൊന്നും ആരും വായിച്ചില്ല. അത് 1911 2ാം എഡീഷൻ വന്നപ്പോഴാണ് ഇത് വായിക്കാൻ തുടങ്ങിയത്. അതായത് മാർത്താണ്ഡവർമ്മയുടെ 2nd എഡീഷൻ തൊട്ട് മാത്രമേ അതിന് റീഡർഷിപ്പ് ഉണ്ടായുള്ളൂ. ആദ്യത്തെ എഡീഷൻ എന്ന് പറഞ്ഞാൽ CV രാമൻപിള്ളയ്ക്ക് എന്നെ സുഹൃത്തുക്കൾക്കൊക്കെ കുറെ പേർക്ക് കൊടുക്കുകയും അവർ വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാം, അത് നല്ല രസമുള്ള ഒരു പുസ്തകമാണെന്നൊക്കെ പറഞ്ഞതല്ലാതെ ജനങ്ങളുടെ ഇടയിൽ CV രാമൻപിള്ളയുടെ പുസ്തകങ്ങളൊക്കെ കാണാനും റിവ്യൂ അതിനെപ്പറ്റിയുള്ള നിരൂപണങ്ങൾ എഴുതി വരാനും ഒക്കെ പിന്നെയും കാലങ്ങളെടുത്തു. 10-20 വർഷം എടുത്തു. 1911 2ാം എഡീഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് അത് കത്തിപ്പടർന്നതും CV രാമൻപിള്ള വലിയ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനായിട്ട് സ്ഥാപിക്കപ്പെട്ടതും അങ്ങനെയാണ്. അപ്പോൾ എഴുത്തുകാരെ എഴുതിയെങ്കിലും വായനക്കാരൻ അത് വായിച്ച് വന്നിട്ടില്ല. വായനക്കാരൻ വായിക്കാനായിട്ട് വളരെയധികം സമയമെടുത്തു CV രാമൻപിള്ള വായിക്കാൻ. ഇത് മറ്റു പല എഴുത്തുകാർക്കും ഉണ്ടായിട്ടുണ്ട്. ഉണ്ണായി വാര്യരുടെ നളചരിതം എഴുതിയപ്പോഴത്തേക്ക് ആരും വായിക്കുകയോ പെർഫോം ചെയ്യുകയോ ചെയ്തില്ല. പതുക്കെയാണ് അത് പ്രധാനപ്പെട്ട ഒരു കൃതിയായിട്ട് വന്നത്. ഇന്ന് നളചരിതത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ലോകത്ത് മലയാളം ഭാഷയിലുള്ള ആർക്കെങ്കിലും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല.
അപ്പൊ ഇമാതിരി ഒരു ബന്ധം എൻ്റെ അകത്തുണ്ട്. ഈ രാമരാജ ബഹദൂറിനും വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഇതുണ്ട്. ഇതെന്റെ കോപ്പിയാണ്. എൻ്റെ ഈ കോപ്പി പ്രിന്റ് ചെയ്തിരിക്കുന്ന 1973 വളരെ റീസെന്റ് ആയിട്ടാണ്. ഇത് ഞാൻ ഈ ബുക്കിന്റെ ചിത്രം കാണിക്കാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ, ഇതിന്റെ അകത്തും ചരിത്രാഖ്യായിക എന്ന് എഴുതിയിട്ടില്ല. 1973 പ്രിന്റ് ചെയ്ത ഈ പുസ്തകം, ഈ കോപ്പിയിലും ചരിത്രാഖ്യായിക എന്നുള്ള വാക്കില്ല. പക്ഷെ ചരിത്രാഖ്യായിക എന്ന് ഇതിൽ പറയുന്നുണ്ട്. എവിടെന്ന് വെച്ചാൽ, ഇത് സി വി രാമപിള്ള അന്ന് ഈ പുസ്തകത്തിന് വേണ്ടി എഴുതിയ മുഖവുരയാണ്. ഇതിന്റെ അകത്തും ചരിത്രാഖ്യായിക എന്നില്ല. അതിനകത്ത് അദ്ദേഹം പറയുന്നത് മാർത്താണ്ഡവർമ്മ എഴുതി 23 കൊല്ലം കഴിഞ്ഞിട്ട് ആണ് രണ്ടാമത്തെ പുസ്തകം എഴുതിയത്. അത് ധർമ്മരാജയാണ്. അതും കഴിഞ്ഞിട്ട് ധർമ്മരാജ എന്ന ആഖ്യായികയിൽ അവസാനത്തെ പാരഗ്രാഫ് വായിക്കാൻ വാഗ്ദത്തം ചെയ്തിരുന്ന അനന്തര ഗ്രന്ഥങ്ങളുടെ നിർമ്മിതിക്ക് ശ്രദ്ധിക്കാത്തത് എന്താണെന്ന് ചില വന്ധ്യസ്ഥാനങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ 92 മീനമാസത്തിൽ ആണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്ന രാമരാജ ബഹദൂർ എന്ന ആഖ്യായിയുടെ കഥാവസ്തു കടലാസിലാക്കി. ഈ പണി ഒട്ടെന്ന് തീരാറായപ്പോൾ ഗ്രന്ഥകാരൻ കിടപ്പിലാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ ചരിത്രം പറയുന്നതാണ്. അപ്പൊ ഇത് ആണ് ഇതിൻ്റെ അകത്തും ചരിത്രാഖ്യായിക എന്നുള്ള പേര് വന്നിട്ടില്ല. പക്ഷെ എപ്പോഴാണ് ചരിത്രാഖ്യായി എന്ന് വരാൻ ഒന്നെന്ന് ചോദിച്ചാൽ, ഇതിന് ഒരു പഠനം ഈ പുസ്തകത്തിൻ്റെ അകത്ത്, ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകമാണ്, ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുസ്തകം. ഇതിന് ഒരു പഠനം കൈനിക്കര കുമാരപിള്ള എഴുതിയിട്ടുണ്ട്. ഈ കൈനിക്കര കുമാരപിള്ള എഴുതിയേക്കുന്ന ഈ പഠനത്തിന് അവതാരിക എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് ഇത് ഒരു എന്താ പറയുക, ഇതൊരു ചരിത്രാഖ്യായിയാണ് എന്ന് പറഞ്ഞു ഇതിനെ ആ രീതിയിൽ അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം ഇതിനെപ്പറ്റി ചരിത്ര നോവലുകളുടെ സൃഷ്ടിയെപ്പറ്റി മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും പോലെ രാമരാജ ബഹദൂറും ഒരു ചരിത്ര നോവലാണ്. അപ്പൊ ചരിത്ര നോവലാകുന്നത് ഒരു വായനക്കാരന്റെ കയ്യിൽ നിന്നാണ്. വായനക്കാരനാണ് അതിനെ ചരിത്ര നോവലാക്കിയത്. ഇപ്പൊ കൈനിക്കര കുമാരപിള്ള വളരെയധികം പഠിച്ചിട്ടുള്ള ഒരാളാണ്, വലിയൊരു ആളാണ്, ദക്ഷിണ ഉള്ള ഒരാളാണ്. അപ്പോൾ അതിനൊന്നും തർക്കമൊന്നുമില്ല. പക്ഷെ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇതിനെ ചരിത്ര നോവൽ എന്ന രീതിയിൽ അവരോധിക്കുന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞേക്കുന്നത്, ഇതിനകത്തൊരു റൈഡർ അദ്ദേഹം പറയുന്നുണ്ട് ചരിത്ര നോവലാണ്. ചരിത്ര നോവലുകളുടെ ചരിത്രത്തിന് അധികം പ്രാധാന്യമോ അർത്ഥമോ കൽപ്പിക്കരുത്. അപ്പോൾ പ്രധാനമായി നോവലുകളാണ്. ചരിത്ര വസ്തുതകൾ ശില്പ നിർമ്മാണത്തിന്റെ ഉരുപ്പടികൾ മാത്രമാണ്. ആവശ്യാനുസരണം പണിതൊരുക്കി മിനുക്കി ഉപയോഗിക്കുന്ന ഉരുപ്പടികൾ. അതുകൊണ്ട് അവയിലെ ചരിത്രാംശങ്ങളുടെ തികഞ്ഞ വാസ്തവതയിലും സൂക്ഷ്മതയിലും നിരൂപകൻ നിർബന്ധം പിടിക്കുന്നത് നീതിയോ ഉചിതമോ ആയിരിക്കില്ല. ഇങ്ങനെ ഒരു റൈഡർ അതിൻ്റെ അകത്ത് വെക്കുന്നുണ്ട്. അപ്പൊ സത്യത്തിൽ അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഒരു ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചരിത്ര നോവലാണെന്ന് പറയുകയും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളത്. എന്നാൽ ഇദ്ദേഹം എഴുതിയേക്കുന്നത് കൃത്യമായിട്ടും ചരിത്ര നോവലായിട്ടൊന്നും അല്ല ഈ പുസ്തകങ്ങൾ മൂന്നും എഴുതിയേക്കുന്നത്. അതിന് ഉദാഹരണം, ഇതിൻ്റെ അകത്ത് ഒന്നാന്തരം ഹ്യൂമറാണ്. ഇത് ഭയങ്കരമായ ഹ്യൂമർ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതും നമ്മൾ സി വി രാമപിള്ള ഒരു ഹ്യൂമറിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അല്ലെന്ന് പറയത്തുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാഷയൊക്കെ കഠിനമായ ഭാഷയാണ്. അതുകൊണ്ട് വായിച്ചാൽ പെട്ടെന്ന് കിട്ടത്തില്ല, അങ്ങനെയൊക്കെയുള്ള ആണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സി വി രാമപിള്ളയുടെ പുസ്തകങ്ങളിലൊക്കെ നമ്മളെ ശ്രദ്ധിച്ച് വായിച്ചാൽ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു പാസേജ് മാത്രം വായിക്കാം, സമയം അത്ര എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് സാവിത്രിയിൽ നാം ചില അവസ്ഥാന്തരങ്ങൾ കാണുന്നു എങ്കിൽ കൊടന്തി ആശാനിൽ പലതും വഴിയെ പോകുന്നവരെയും കാണിക്കുന്ന മാറ് പ്രത്യക്ഷപ്പെടുന്നു. ഇങ്ങനെ പറയാൻ അതിനുശേഷം അയാള് ഒരു സ്ത്രീയെ കാണുകയാണ്. ചെറുപ്പക്കാരിയായിരിക്കും. ഒരു കുഞ്ഞിപ്പെണ്ണിനെ കാണുക. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന്റെ പുറകെ പോയിട്ട് കുഞ്ഞിപ്പെണ്ണിനെ കണ്ടിട്ട് ഇയാൾ സകലൊന്ന് ശൃംഖരിക്കാൻ നോക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് കൊടന്തി ആശാൻ പറയുന്നത് പങ്കജ കോരകം പമ്പരം പന്ത് കുങ്കുമാലങ്കൃത കുംഭിത കുംഭദ്വയം എന്നാണ് അവരുടെ മുലകളെ പറ്റി പറയുന്നതാണ്. അതിന്റെ വിവരണമാണ് ഇദ്ദേഹം പറയുന്നത്. അത് സന്ദർശിച്ച് അതുകളെ വർണ്ണിച്ച് ശ്ലോകങ്ങളുണ്ടാക്കി. കുഞ്ഞിപ്പെണ്ണിനോട് കൊടന്തി ആശാൻ അവരുടെ 2 ബ്രസ്റ്റുകളെ നോക്കിയിട്ട് അതിനെക്കുറിച്ച് തമാശ പറഞ്ഞിട്ട് ശ്ലോകങ്ങളിൽ ഉണ്ടാക്കി പറയാൻ തുടങ്ങി. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് ഇപ്പൊ ചെയ്തത് തന്റെ വെൺമാട വക്ഷസിൽ ഹസ്തങ്ങളാൽ ഗുണനചിഹ്നം രചിച്ചുകൊണ്ട്, അന്നത്തെ സ്ത്രീകള് മാറുമറയ്ക്കാറില്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ തന്റെ വെൺമാട വക്ഷസിൽ വെളുത്ത ശരീരമുള്ള ആ നെഞ്ചിലേക്ക് ഹസ്തങ്ങളാൽ ഗുണനചിഹ്നം ആണല്ലോ നമ്മൾ സ്ത്രീകൾ പെട്ടെന്ന് മറയ്ക്കുന്ന 2 കൈ കൊണ്ട് ഗുണനചിഹ്നം മാതിരി കൈ നെഞ്ചിലേക്ക് വെച്ചു എന്നാണ്.
അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പൊ ഇമാതിരിയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ തികച്ച ഒരു ചരിത്ര നോവൽ എന്ന് പറയാൻ പറ്റത്തില്ല. വളരെയധികം തമാശകളും ഹ്യൂമറും ചേർന്ന് എഴുതിയേക്കുന്ന അന്നത്തെ സ്റ്റൈൽ ഓഫ് ഹ്യൂമർ. ഇന്നിപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കത്തില്ല, പക്ഷെ അങ്ങനെ എഴുതിയേക്കുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പുസ്തകമാണ് അദ്ദേഹം എഴുതിയേക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് സി വി രാമപിള്ളയെ പറ്റി മറ്റൊന്ന് പറയുന്നത് രാജഭക്തനാണെന്നൊക്കെയാണ്. അദ്ദേഹം അങ്ങനെയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം രാജാക്കന്മാരെ വളരെ ക്രിട്ടിക്കലായിരുന്നു. ആ ക്രിട്ടിക്കൽ ആയതുകൊണ്ടാണ് അദ്ദേഹം ഈ മലയാളി മെമ്മോറിയൽ എന്നൊക്കെയുള്ള ക്ലാൻഡസ്റ്റൈൻ ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതും അദ്ദേഹത്തിന്റെ എഴുത്തിന്റെയും വായനക്കാരുമായിട്ടും ഇവിടുത്തെ സമൂഹമായിട്ടുള്ള ബന്ധത്തിനെ കാണിക്കുന്ന മറ്റൊരു വിഷയം ആണ് ഈ സി വി രാമപിള്ള ചെയ്തിട്ടുള്ളത്. നമുക്കിനി സമാനമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക്, നമുക്ക് യൂറോപ്യൻ കാലഘട്ടത്തിലേക്ക് പോകാം. നമുക്കത് ഷേക്സ്പിയറിനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ, ഷേക്സ്പിയർ ഇതേമാതിരി ഒരാളായിരുന്നു. ഷേക്സ്പിയറിനെ പറ്റി ആലോചിക്കുമ്പോൾ എല്ലാം രാജാക്കന്മാരെ പറ്റിയും ഒക്കെ എഴുതിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. റിച്ചാർഡിനെ പറ്റി, റിച്ചാർഡ് 1, 2, 3 ഒക്കെ എഴുതിയിട്ടുണ്ട്. മാക്ബത്ത് ഉണ്ട്, ജൂലിയസ് സീസർ ഉണ്ട്, ആന്റണിയും ക്ലിയോപാട്ര ഉണ്ട്. ഇങ്ങനെ ഒരുപാട് രാജകീയമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരെ പറ്റി എഴുതിയിട്ടുണ്ട്. പക്ഷെ ഷേക്സ്പിയർ ഭയങ്കര ഈ ആന്റി ടൈറന്റ് ആയിരുന്നു. ഷേക്സ്പിയർ ഈ രാഷ്ട്രീയത്തിൽ വളരെ അതിശക്തമായ നിലപാടുള്ള ഒരാളായിരുന്നു. ആ എലിസബത്തൻ പീരീഡിൽ രാജഭരണത്തെയും ഈ പ്രഭുത്വത്തെയും അവരെടുക്കുന്ന അധികാരം, കറപ്ഷൻ, അവരുടെ കെടുകാര്യസ്ഥത, അതിനെയൊക്കെ നിശ്ചിതമായിട്ട് അദ്ദേഹത്തിന്റെ നാടകത്തിൽ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മളിപ്പോൾ കാണുന്നില്ല. ഇപ്പോഴത്തെ ആൾക്കാരുടെ ഇത് ചോദിക്കുകയാണെങ്കിൽ ഷേക്സ്പിയർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊന്നും പറയത്തില്ല. ഷേക്സ്പിയർ വളരെ സെറ്റിലായിട്ട് പറഞ്ഞിരുന്നു. അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഷേക്സ്പിയറിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ കൂടെ രചനകൾ നിർവഹിച്ചിരുന്നവരെയൊക്കെ അന്നത്തെ ഭരണകൂടം ജയിലിലിടുകയൊക്കെ ചെയ്തു. ബെൻ ജോൺസൺ കുറെ നാൾ ജയിലിൽ കിടന്നു. കാരണം ഒരു നാടകം എഴുതിയതാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ ഭരണകൂടത്തിന് ഇഷ്ടപ്പെട്ടില്ല, അയാളെ പിടിച്ച് ജയിലിലിട്ടു. ഇതേപോലെ ഡോക്ടർ ഫോസ്റ്റ് എഴുതിയ അദ്ദേഹം ഉണ്ടല്ലോ, പേര് മറന്നു, അത് അയാളെ ഒരു പബ്ബിൽ വെച്ച് കുത്തിക്കൊന്നു. രാജകിങ്കരന്മാർ വന്ന് കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. ക്രിസ്റ്റഫർ മാർലോയെ ഒരിക്കൽ കുത്തിക്കൊന്നു. പക്ഷെ ഷേക്സ്പിയർ ഒരിക്കലും ജയിലിൽ പോയിട്ടില്ല. ഷേക്സ്പിയർ ജയിലിൽ പോകാതെ വളരെ സട്ടിലായിട്ട് കാര്യങ്ങൾ എഴുതി. അദ്ദേഹം അത് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ പലപ്പോഴും കഥകളൊക്കെ ഈ എലിസബത്തൻ പീരീഡിന് പകരം അല്ല 5-ാം നൂറ്റാണ്ടിലോ 10-ാം നൂറ്റാണ്ടിലോ നടക്കുന്നതായിട്ടാണ് കഥകൾ സൃഷ്ടിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ചെയ്യുന്നത് ഈ പലപ്പോഴും വേറെ ഒരു രാജ്യത്തായിരിക്കും. ഇപ്പോൾ കൊറിയോലാനസ് എന്നുള്ള നാടകം എഴുതിയിരിക്കുന്നത് ഇറ്റലിയിലെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ സത്യത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ബ്രിട്ടനിലെ ആൾക്കാരുടെ കൃഷിനാശത്തിന് ശേഷം അവിടെ പട്ടിണി ഉണ്ടായി. ഈ പട്ടിണിക്ക് കൈകാര്യം ചെയ്ത രീതി ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന്. അന്നത്തെ വായിക്കുന്ന ആൾക്കാർ ഷേക്സ്പിയറിന്റെ ഈ രാജഭരണത്തിനെതിരായിട്ടുള്ള അവരുടെ കെടുകാര്യസ്ഥതയ്ക്ക് എതിരായിട്ട് പറയുന്നത് അന്ന് മനസ്സിലാവും. ഇതിപ്പം നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഇതിനെക്കുറിച്ച് ഗംഭീരമായിട്ടുള്ള പഠനങ്ങൾ ചെയ്ത ഒരാളാണ് സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ് എന്ന് പറയുന്നത്. നമുക്ക് സ്ക്രീനിൽ കാണാം. ഇദ്ദേഹം ഷേക്സ്പിയറിനെ പറ്റി ഒരുപാട് സീരീസ് ഓഫ് പുസ്തകങ്ങൾ എഴുതിയിട്ട് ഷേക്സ്പിയർ എന്താണ് പറഞ്ഞത് എന്നുള്ളത്. കാരണം ഇപ്പൊ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പം ഷേക്സ്പിയർ അന്ന് എന്ത് പറഞ്ഞു എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഷേക്സ്പിയറിന്റെ യഥാർത്ഥത്തിൽ ഷേക്സ്പിയർ ചെയ്ത ഉദ്യമങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം പറയാൻ ശ്രമിച്ചത് എന്താണ്, അദ്ദേഹത്തിന്റെ പറഞ്ഞ വാക്കുകളുടെ അപ്പുറം അദ്ദേഹം എന്തൊക്കെ ആണ് മനസ്സിൽ കണ്ടിരുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ തലമുറ വിട്ടുപോയി. അപ്പോൾ ഈ ഇപ്പോഴത്തെ റീഡേഴ്സ് ഷേക്സ്പിയറിനെ കാണുന്നത് ഒരു നല്ലൊരു കവിയായിട്ടോ ഒരു ഡ്രമാറ്റിസ്റ്റായിട്ടോ മാത്രമാണ്. അങ്ങനെയല്ല, അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റായിട്ട് കാണേണ്ടതാണ് എന്നാണ് ഈ സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റും. അതേപോലെ അനേകം പുസ്തകങ്ങളുണ്ട്. ഷേക്സ്പിയർ ഭരണകൂടത്തിന് ക്രിട്ടിക്കലായിട്ട് കാണുന്ന അനേകം പുസ്തകങ്ങളുണ്ട്. അതിൻ്റെ എല്ലാത്തിലും തന്നെ ഈ മാക്ബത്തിന്റെ അകത്തൊക്കെ ഈ പവറും കറപ്ഷനും തമ്മിലുള്ള ബന്ധമാണ്. പവറും അധികാരവും അല്ലെങ്കിൽ അതിന്റെ അധികാരത്തിനോടുള്ള ആസക്തി അത് മാക്ബത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതേപോലെ അധികാരത്തിന്റെ തന്നെ പ്രശ്നമാണ്, അധികാരവും കറപ്ഷനോടുള്ള ബന്ധമാണ് ജൂലിയസ് സീസർ കൊണ്ടുവരുന്നത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ജൂലിയസ് സീസറിന്റെ വരികൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സീസറും ബ്രൂട്ടസുമായിട്ടുള്ള ബന്ധമൊക്കെ ഷേക്സ്പിയർ എത്ര മനോഹരമായിട്ടാണ് അതിൽ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണാം. ഇതേമാതിരി തന്നെ ഇമിഗ്രേഷൻ, ഇപ്പം നമ്മൾ ഇമിഗ്രേഷൻ വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നുണ്ടല്ലോ. ഇമിഗ്രേഷനും സബ്ജുഗേഷൻ ഇതൊക്കെ പറയുന്ന ഒരു കൃതിയാണ് ടെമ്പസ്റ്റിലെ പ്രോസ്പെറോ പറയുന്നതൊക്കെ ഇതേമാതിരിയുള്ള വിഷയങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ആളുകൾക്ക് ഈ റീഡർ ഇതിന് ആവേശം കൊണ്ടിട്ടുള്ള വരികളാണ് ടെമ്പസ്റ്റിലുള്ളത്. പക്ഷെ ഒരുപക്ഷെ ഇന്ന് ഷേക്സ്പിയർ വായിക്കുന്ന ആളിന് ഈ കാലഘട്ടത്തിൽ നിന്ന് അകന്നു നിന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഇമിഗ്രേഷന്റെയും സബ്ജുഗേഷന്റെയും പ്രശ്നങ്ങൾ അന്ന് ഷേക്സ്പിയർ കണ്ടതുമാതിരി കാണുന്നില്ലാത്തതുകൊണ്ടോ നമ്മൾ അത് വിട്ടുപോകുന്നതാണ്.
അങ്ങനെ ആണ് അതിനെപ്പറ്റി കാണേണ്ടത്. ഇതേ വിഷയം തന്നെ നമ്മൾ ഈ നമ്മുടെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് ഇന്ദുലേഖയാണ്. ഇന്ദുലേഖയെ പറ്റി പറഞ്ഞാലും ഇത് തന്നെ ഓർമ്മ. ഇതാണ് എൻ്റെ കോപ്പി ഇന്ദുലേഖ, കാണാമെന്ന് തോന്നുന്നു, വളരെ പഴയതായി. അപ്പൊ അതിൻ്റെ അകത്ത് ഇന്ദുലേഖയെ പറ്റിയുള്ള മനോഹരമായിട്ടുള്ള എഴുത്താണ്. പക്ഷെ ഇന്ദുലേഖയെ പറ്റി ഇന്നത്തെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദുലേഖ വായിച്ചിട്ടുള്ള ഒരുപാട് പേര് വായിച്ചിട്ടുണ്ട്, ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ വായിച്ച എല്ലാവരും പറയുന്ന വലിയ പ്രശ്നം ഇന്ദുലേഖയെ പറ്റി പറയുന്നത് എന്താണ്, അതിൽ 18-ാം അധ്യായം വളരെ ഉണ്ട്. അതിൽ 18-ാം അധ്യായം എന്ന് വെച്ചാൽ 40-45 പേജുണ്ട്. അതിങ്ങനെ ലോക കാര്യങ്ങളെക്കുറിച്ചുള്ള സംഭാഷണമാണ്. ഒരു സംഭാഷണം എന്നാണ് അതിന്റെ പേര് തന്നെ. അതിങ്ങനെ പറയുന്നത് ഈ ബാബു കേശവ ചന്ദ്രദാസിന്റെ വീട്ടില് മാധവനും ഗോവിന്ദ പണിക്കരും ഗോവിന്ദകുട്ടി മേനോനും ഒത്തുകൂടുകയാണ്. അവിടെ വെച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ പണിക്കർ താഴെ പറയുന്ന സംഭാഷണം തുടങ്ങി എന്നും പറഞ്ഞുകൊണ്ട് ലോക കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. അതിന്റെ ആദ്യത്തെ കാര്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെ പറ്റിയാണ്. അത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, യാത്രയെക്കുറിച്ചും സംസ്കാരത്തിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അത് ആവശ്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അത് അടുത്ത കാലത്ത് കൊണ്ടൊക്കെ ഒരാൾ പറഞ്ഞു ഇന്ദുലേഖയിലെ 18-ാം അധ്യായം എന്തിനാണ് ചോദിച്ചു. ഞാൻ പറയുന്നത് ഈ 18-ാം അധ്യായം മാതിരി മാത്രം എഴുതുന്ന ആൾക്കാർ ഇന്നിപ്പോ നമുക്ക് എഴുത്തുകാരുണ്ട്. അപ്പൊ അവരുടെ എഴുത്ത് മുഴുവൻ ഇന്ദുലേഖയിലെ 18-ാം അധ്യായം മാതിരി മാത്രം ഉള്ള ഒരുപാട് പേര് നമുക്ക് ഇന്ന് എഴുത്തുകാരുണ്ട്. അവരെ പറ്റി നമ്മൾ മോശമായിട്ട് പറയുന്നില്ല, അവരെ നമ്മൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അതേസമയം ഇന്ദുലേഖയുടെ 18-ാം അധ്യായത്തിനെ പറ്റി മാത്രം റീഡറിന്റെ നോട്ടം അനുകൂലമല്ലാതെ അനനുകൂലമായിട്ടുള്ള നോട്ടം പതിഞ്ഞ പുസ്തകമാണ്. അതും ഈ റീഡറും റൈറ്ററും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കാണിക്കുന്നതാണ്. എന്താ പറഞ്ഞായിരുന്നോ? ഓക്കെ, ഞാൻ തുടരുകയാണ്. ശരി. അപ്പൊ ഇതേപോലെ മറ്റൊരു വിഷയം, ഈ പുതിയ ഇൻഫർമേഷൻ വരും. നമ്മൾ ഒരാളെ എഴുത്ത് എഴുതി കഴിഞ്ഞാൽ ഈ ആൻ ഫ്രാങ്കിന്റെ ഡയറി ലോകത്തെല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. കോടിക്കണക്കിന് കോപ്പി വിറ്റിട്ടുള്ള പുസ്തകമാണ്. അതിനെക്കുറിച്ച് കുറെ മിസ്ഇൻഫർമേഷൻ വന്നിട്ട് അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും അതിനെ ക്രിറ്റിസൈസ് ചെയ്ത ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആൻ ഫ്രാങ്കിന്റെ ഡയറിയുടെ സ്ക്രിപ്റ്റിന്റെ സൈഡിൽ ബോൾ പോയിന്റ് പെന്നിൽ വെച്ച് എഴുതിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് ബോൾ പോയിന്റ് പെൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ് ആൻ ഫ്രാങ്ക് ഡയറി എഴുതിയെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഡയറി മുഴുവൻ കള്ളത്തരമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു വ്യാപകമായിട്ടുള്ള ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. പിന്നീട് അത് അതിന്റെ ഫോറൻസിക് എക്സ്പേർട്സ് വന്ന് ഇത് വീണ്ടും ഈ സ്ക്രിപ്റ്റ് അതിന്റെ മാനുസ്ക്രിപ്റ്റ് വായിച്ച് എടുത്തിട്ട് പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഈ ബോൾ പോയിന്റ് പെന്ന് വെച്ച് എഴുതിയേക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള നോട്ടിങ്സ് മാത്രമാണ്. ഈ ബോൾ പോയിന്റിങ് പെൻ കണ്ടുപിടിച്ചത് 1951 ശേഷമാണ്. അപ്പൊ അതിനുശേഷം അതിന് മുമ്പ് എഴുതിയേക്കുന്ന ഈ ടെക്സ്റ്റിൻ്റെ അകത്ത് വരത്തില്ല. അപ്പൊ അതാണ് തെറ്റിദ്ധരിപ്പിച്ച് എൻ്റെ ഒരു ടെക്സ്റ്റ് അങ്ങനെയാണ് എന്ന് പറഞ്ഞു ആരോ റിവ്യൂ ചെയ്ത ആൾ ഇതിന്റെ സൈഡിൽ നോട്ട് ചെയ്തത് മാത്രം ആണ് അങ്ങനെ ഉള്ളത്. പക്ഷേ മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനിൽ എൻ്റെ ഒരു ടെക്സ്റ്റ് അങ്ങനെയാണെന്നും പറഞ്ഞു ഈ ആൻ ഫ്രാങ്ക് ഡയറിക്ക് എതിരായിട്ടുള്ള ക്യാമ്പയിൻ ഉണ്ടായിട്ടുണ്ട്. ഇതേമാതിരി പല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ആലിസ് മൺട്രോയ്ക്ക് എതിരായിട്ട് വലിയൊരു ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ അടുത്ത കാലത്ത് വന്നത് അവരുടെ മകള് പറഞ്ഞാണ്. ഒരു മകള് പറഞ്ഞു അവരുടെ അച്ഛനുമായിട്ട് ആലിസ് മൺട്രോയുടെ പിതാവ്, രണ്ടാമത്തെ ഭർത്താവ് ഈ മകളെ സെക്ഷലി അസോൾട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് പറയുകയുണ്ടായി. അത് ആലിസ് മൺട്രോയുടെ അമ്മയോട് പറയുകയും അമ്മ അതിൻ്റെ അകത്ത് ഒരു ന്യൂട്രലായിട്ട് നിസ്സംഗത ആണ് ചെയ്തത് എന്ന് പറഞ്ഞു. ഇത് വന്നതോടുകൂടി ഒരുപാട് വായനക്കാര് അങ്ങനെ ഒരാളുടെ പുസ്തകം വായിക്കാമോ ഇല്ലയോ, അത് ആലിസ് മൺട്രോ എന്താണ് നമ്മുടെ റീഡറിനോട് പറയുന്നത്. ആലിസ് മൺട്രോയുടെ എഴുത്തുകളിൽ സ്ത്രീകളുടെ, അവരൊരു ഫെമിനിസ്റ്റ് റൈറ്റർ ആയിരുന്നു, സ്ത്രീകളുടെ നിലനിൽപ്പും സ്വാതന്ത്ര്യവും ഒക്കെ ആണ് പറയുന്നതെങ്കിലും അവരുടെ സ്വന്തം മകളുടെ കാര്യത്തിൽ വന്നപ്പോൾ അങ്ങനെ ഉണ്ടായില്ലല്ലോ എന്നുള്ള മറ്റൊരു മാനം അതിന് കൈവന്നു. ഇതേമാതിരി ഇതേമാതിരി മറ്റൊരു രസമുള്ള പുസ്തകമാണ് മോൺസ്റ്റേഴ്സ്. വായിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. മോൺസ്റ്റേഴ്സ് എന്നുള്ള പുസ്തകം, ഈ പുസ്തകം ഡീൽ ചെയ്യുന്നത് വെച്ചാൽ ഈ വലിയ ഗിഫ്റ്റഡ് റൈറ്റേഴ്സ് ആയിരിക്കും, പക്ഷെ അവരൊക്കെ ഏതെങ്കിലും രീതിയിൽ മോശപ്പെട്ട പ്രവൃത്തി ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം പിക്കാസോ അദ്ദേഹത്തിന്റെ ഫീമെയിൽ കമ്പാനിയനോടുള്ള വളരെ മോശമായിട്ട് ശാരീരികമായിട്ട് അവർ ആക്രമിക്കുകയും ഒക്കെ ചെയ്തു, അസോൾട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. இது மற்ற பழசு, இது பழசு. இது பழசு எடுத்துட்டு வந்தீங்க நீங்க? നിർത്തണോ? பழசு எடுத்துட்டு வந்துட்டீங்க. இது ഓക്കെ. ഇല്ല സാർ, ബൈ മിസ്റ്റേക്ക് ഓൺ ആയി പോയത് അവിടെ. ശരി.
അപ്പോൾ ആ രീതിയിലാണ് ഈ പുസ്തകങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈ കുട്ടികളെ റേപ്പ് ചെയ്ത പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ നമുക്ക് ഈ റൊമാൻ പൊളാൻസ്കി എന്നുള്ള വലിയ ആളുണ്ട്. അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹം ഒരു അഡൽട്ട് അല്ലാത്ത ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് റീഡേഴ്സ് എന്ത് ചെയ്യും? എത്ര വലിയ ആർട്ടിസ്റ്റ് ആയാലും എത്ര വലിയ എഴുത്തുകാരനായാലും ഇതേമാതിരിയുള്ള പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ എന്താണ് റീഡർ എന്താണ് ചെയ്യേണ്ടത്? അവരെ റദ്ദ് ചെയ്യണോ? അവരെ വായിക്കാതെ തള്ളിക്കളയണോ? അതോ അവരുടെ വായനയും അവരുടെ പേഴ്സണൽ ബിഹേവിയർ രണ്ടായിട്ട് കാണണോ എന്നൊക്കെ ഉള്ളത് അടുത്ത കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അത് എന്തായാലും ജൂറി ഡിവൈഡഡ് ആണ്. ചില ആൾക്കാർ പറയുന്നത് ഒരു വ്യക്തിയുടെ എഴുത്തും അയാളെ വായനയും രണ്ടാണ്. അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റവും അയാളുടെ പേഴ്സണൽ ബിഹേവിയറും അയാളുടെ എഴുത്തും അതിൻ്റെ വായനയും പ്രത്യേകം വെക്കണമെന്നും ചിലർ പറയുന്നത് അങ്ങനല്ല. ഒരാൾ ഒരു നല്ലൊരു എഴുത്തുകാരൻ, നല്ലൊരു ആർട്ടിസ്റ്റ് സമൂഹത്തിൽ നന്നായിട്ട് പെരുമാറാനും കൂടെ അയാൾ ബാധ്യസ്ഥരാണ്. ആ രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ അവരുടെ എഴുത്ത് നമ്മൾ തള്ളിക്കളയേണ്ടതായിട്ടുണ്ട് എന്നുള്ള അങ്ങനത്തെ ഒരു വായനയുമുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതോട് ചേർത്ത് കാണേണ്ടതാണ്. നമുക്കിനി ഈ വായനക്കാരെങ്ങനെയാണ് എഴുത്തുകാരൻ അവരുടെ ഭാവനയിലേക്ക് കയറ്റുന്നത് എന്നുള്ളതിന് ഒരു ഉദാഹരണം പറയാം. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമുക്ക് പറയാനുള്ള. ഒരു തകഴി എന്ന് പറയുന്ന ഒരു നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. തകഴി ആദ്യമായിട്ട് എഴുതിയത് ദരിദ്രൻ എന്നുള്ള ഒരു കഥയാണ് 1921. രണ്ടാമത്തെ ഒരു കളക്ഷൻ ഓഫ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ പുതുമലർന്നാണ്. മൂന്നാമത്തത് ആദ്യത്തെ നോവല് ത്യാഗത്തിന്റെ പ്രതിഫലം. ഇത് മൂന്നും ഇന്നിപ്പോൾ ആരും വായിക്കുന്നില്ല. അപ്പോൾ ഈ എത്ര നല്ല എഴുത്തുകാരനായാലും തകഴിയെ മാതിരി വിശ്വപ്രസിദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. തകഴിയുടെ കയർ എന്ന് പറയുന്ന ഒരു ഭയങ്കര അതിഗംഭീരമായിട്ടുള്ള ഒരു സാഗയാണ്. അതിൻ്റെ അകത്ത് എപ്പിക്കായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇത്രയും വലിയ ഒരു എഴുത്തുകാരനായിട്ട് പോലും അദ്ദേഹത്തിന്റെ തുടക്കത്തിലുള്ള എഴുത്തുകൾ ഇപ്പോൾ ആരും വായിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ വായിക്കാൻ കിട്ടത്തുപോലുമില്ല. ആ രീതിയിൽ അത് അപ്രശസ്തമായി കഴിഞ്ഞു, അത് നിഷ്പ്രഭമായി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്തും ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ എഴുത്തുകാർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ വായനക്കാർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ എഴുത്തുകാർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് തകഴിയുടെ ഒരു എക്സ്പീരിയൻസ് കാണുന്നത്. ഇതേമാതിരി ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ ഓടയിൽ നിന്ന് എഴുതിയ കേശവദേവല്ല, പങ്കലാക്ഷിയുടെ ഡയറി എഴുതിയ കേശവദേവ് അങ്ങനെ മാറിയിട്ടുണ്ട്. നമുക്ക് നിണമണിഞ്ഞ കാൽപ്പാടുകൾ എഴുതിയ പാറപ്പുറത്തല്ല, അരനാഴിക നേരം എഴുതിയ പാറപ്പുറത്ത്. ഇങ്ങനെ ഓരോ ആൾക്കാരും മാറിയിട്ടുണ്ട്. വെർജീനിയ വുൾഫിന്റെ ആദ്യകാലത്തെ എഴുത്തും മിസസ് ഡാലോവിയുടെ എത്തുമ്പോഴത്തേക്കും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അവർ കുറച്ചുകൂടെ എഴുതിയിരുന്നു. ഇതേപോലെയാണ് ഏണസ്റ്റ് ഹെമിംഗ്വേയും കുറച്ചുകൂടെ ഈ ഫ്ലവറി ആയിട്ടുള്ള വിവരണാത്മകമായിട്ടുള്ള നോവലുകൾ ആദ്യകാലത്ത് എഴുതിയിട്ട് പിന്നെ അവസാനത്തെ നോവലെത്തുമ്പോൾ ഓൾഡ് മാൻ ആൻഡ് ദി സീ എത്തുമ്പോഴത്തേക്ക് വളരെ കാച്ചി കുറുക്കി വളരെ കുറഞ്ഞ പേജുകളിൽ 110 പേജിലാണ് നോവല് തയ്യാറാക്കിയിരിക്കുന്നത്. ഓഫ് മൈസ് ആൻഡ് മെൻ എന്നുള്ള സ്റ്റെയിൻബെക്കിന്റെ പുസ്തകവും അങ്ങനെയാണ്. വലിയ പുസ്തകങ്ങളിൽ നിന്നൊക്കെ വിട്ടിട്ട് അവർ കാച്ചിക്കുറുക്കി എടുത്തു തുടങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ വായനക്കാരുടെ താല്പര്യം അനുസരിച്ച്, കാലഘട്ടം മാറുന്നതനുസരിച്ച് എഴുത്തുകാർ മാറുന്നുണ്ട്. വായനക്കാരും ഇതേമാതിരി എഴുത്തുകാരെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് തകഴിയുടെയൊക്കെ ഈ മാറ്റങ്ങളിൽ നിന്ന് കാണുന്നത്. മാത്രമല്ല, തകഴിയുടെ ആദ്യകാലത്തെ കഥകളിലൊക്കെ കുറച്ച് ലൈംഗികതയുടെ അതിപ്രസരം ഉണ്ടായിരുന്നു. അത് പിന്നീടാണ് തോട്ടിയുടെ മകൻ തൊട്ട് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ എഴുത്തങ്ങ് അതിഗംഭീരമായിട്ട് മാറുന്നു. തകഴിയെയും നമ്മൾ വായിച്ചിരിക്കുന്നത് വായനക്കാർ കാണുന്ന തകഴിയും തകഴി എഴുതിയ തകഴിയും തമ്മിൽ അന്തരമുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. സമയാങ്കി നിർത്താൻ പറയണം. അപ്പോൾ അതും കൂടെ പറയാം. തോട്ടിയുടെ മകൻ എഴുതിയത് ഒരു ഭാരതത്തിന്റെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സമയമാണ്. 1941 തോട്ടിയുടെ മകൻ എന്നുള്ള പുസ്തകം അത് ഡീൽ ചെയ്യുന്നത് തന്നെ ഇവിടുത്തെ വലിയ എപ്പിഡമിക്കുകളാണ്, വലിയ പകർച്ചവ്യാധികൾ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആലപ്പുഴയിൽ കോളറ വ്യാപിച്ചിട്ട് വയറിളക്കം, ആൾക്കാർക്ക് വയറിളകി ഇങ്ങനെ പോവുകയാണ്. ഈ മലം ഇങ്ങനെ ഒഴുകി പൊക്കോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പൊ എന്താണ് സ്വാതന്ത്ര്യം അപ്പോൾ എന്നുള്ളത് ഒരു ചോദ്യം തകഴി ഇങ്ങനെ ധാർമ്മിക ചോദ്യം അതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിനെ ചില ഇടതുപക്ഷ രാഷ്ട്രീയമായിട്ട് മാത്രം കാണുന്നു. അത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ധാർമ്മിക പ്രശ്നങ്ങൾ, ഈ എപ്പിഡമിക് ലിറ്ററേച്ചർ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ തകഴിയുടെ അത് വായനക്കാരൻ പിൽക്കാലത്ത് കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് തകഴി വായിക്കുന്ന ഒരാൾ ആ രീതിയിൽ കാണും.
ആ രീതിയിൽ തകഴി ഒരുപാട് രീതിയിലുള്ള ധാർമ്മിക പ്രശ്നങ്ങൾ അതിൻ്റെ അത് വരുന്നുണ്ട്. എങ്ങനെയാണ് എപ്പിഡമിക് നമ്മളെ ബാധിക്കുന്നത്, ആ എപ്പിഡമിക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് വസൂരിയെ പറ്റി പറയുന്നുണ്ട്. കൂടുതലും കോളറയാണ്. കോളറ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പറ്റുന്നു എന്നാണ്. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്നതും, ഏറ്റവും പാവപ്പെട്ടവർക്ക് കോളറ വന്ന് മരിച്ച ഒരാളെ കുഴിച്ചിടാനായിട്ട് പോലും സ്ഥലമില്ലാത്ത ഒരു അനുഭവമുണ്ട്. കുഴിച്ചിട്ട ശരീരം പട്ടി വലിച്ച് പുറത്തെടുത്തിട്ടതും അതിൻ്റെ മുഴുവൻ ചുറ്റും നിറയെ ഈച്ച വന്നിരിക്കുന്ന കാരണം ആൾക്കാർക്ക് അടുത്ത് പോകാൻ പറ്റാത്തതുമായിട്ടുള്ള വളരെ ദാരുണമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. ഇപ്പൊ ഇതൊരു കാലഘട്ടത്തിന്റെ വിവരണമാണ്. ആ ഒരു പോയിന്റിലേക്ക് വീണ്ടും തിരിച്ചു വരാം. അതേസമയം തകഴി ഇതേമാതിരിയുള്ള ധാർമ്മിക പ്രശ്നങ്ങളാണ് എല്ലായ്പ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെ ആ രീതിയിലുള്ള രണ്ടിടങ്ങഴി അങ്ങനത്തെ ഒരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ തെക്കെ തന്നെ പലതരത്തിലുള്ള അന്നത്തെ സമൂഹ പ്രശ്നങ്ങളും കൂടെ വന്നിട്ടുണ്ട്. രണ്ടിടങ്ങഴി തന്നെ ഒരുമാതിരി സെലിബസി അതിനകത്ത് പറയുന്ന ഒരു വിഷയമാണ്, ഡീൽ ചെയ്യുന്ന വിഷയമാണ്. ചെമ്മീനിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ മാറി ചെമ്മീൻ എൻറ്റയർലി ഒരു പുതിയ ക്യാൻവസിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ചെമ്മീൻ്റെ അകത്ത് ശരീരത്തിന്റെ അധ്വാനത്തിന്റെ മൂല്യം എന്താണെന്നാണ് തകഴി. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ചെമ്മീൻ ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് ചോദിച്ചാൽ അതൊരു പ്രണയകഥയാണെന്ന് പറയും. അതിന്റെ കാരണം ചെമ്മീൻ വായിക്കുന്നവർ ആരും തന്നെ ചെമ്മീനെ പറ്റി സംസാരിക്കുന്ന ആരും തന്നെ ചെമ്മീൻ എന്നുള്ള പുസ്തകം വായിച്ചിട്ട് ഉള്ള ഓർമ്മയെന്നല്ല പറയുക, കൂടുതലും സിനിമ കണ്ടതിൻ്റെയാണ്. അപ്പോൾ സിനിമ എന്നുള്ള പുതിയൊരു മീഡിയം കൂടെ വരുമ്പം അത് വായനയെ മാറ്റി എഴുത്തുകാരനെയും മാറ്റുന്നു, വായനക്കാരനും എഴുത്തുകാരനും ആയിട്ടുള്ള ബന്ധവും മാറ്റുന്നുണ്ട്. അതിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. ആ ഒരു പ്രശ്നം അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇത് ചെമ്മീൻ്റെ അകത്ത് ഈ മസിൽ കൊണ്ട് ഉപയോഗിക്കുന്നത്, ശരീരമുള്ള അധ്വാനം എന്നുള്ളത് മാർക്സിയൻ ഡയലക്റ്റിക്സിൻ്റെ അകത്ത് വരുന്ന ഒരു വിഷയമാണ്. അതാണ് ചെമ്മീൻ്റെ അകത്ത് ശക്തമായിട്ടുള്ളത്. പ്രണയത്തിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റൊരെണ്ണമുണ്ട്, അത് ചമ്പംകുഞ്ഞായാലും പളനിയായാലും അവരൊക്കെ ശരീരത്തിന്റെ അധ്വാനമാണ് അവരുടെ മുമ്പോട്ട് വയ്ക്കുന്നത്. പക്ഷെ ഈ അധ്വാനം ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ദുർഗതി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അവരെല്ലാവരും മരിച്ചു പോവാണ് അതിൻ്റെ അകത്തുള്ള അവസാനം. അപ്പൊ ഇതിനകത്തൊക്കെ ഒരു തരത്തിലുള്ള ഒരു ഡെസ്പെയർ തകഴി ആദ്യമായിട്ട് ഇത്ര മനോഹരമായിട്ട് കൊണ്ടുവരുന്ന ഫിസിക്കാലിറ്റിയുടെ ഡെസ്പെയർ, അത് മലയാളത്തിൽ ഏറ്റവും മിഴിവോടുകൂടി കൊണ്ടുവന്നേക്കുന്നത് തകഴിയായിരിക്കണം. തകഴി ആ രീതിയിൽ തകഴിയുടെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയപ്പം അതിന് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു മാനം അതിനുണ്ടായിട്ടുണ്ട്. ഇത് തകഴിയുടെ മറ്റെല്ലാ പുസ്തകത്തിൻ്റെ അകത്തും അത് വന്നിട്ടുണ്ട്. ഏണിപ്പടികൾ എന്നുള്ള പുസ്തകത്തിൻ്റെ അകത്തും അവസാനം അനുഭവങ്ങൾ പാളിച്ചുകൾ എന്നുള്ള പുസ്തകത്തിൻ്റെ അകത്ത് അവസാനം വായിക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നം നമുക്ക് അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരാളിനെ കുത്തിക്കൊല്ലാൻ പോകുമ്പോഴത്തേക്ക് അയാൾ പോയിട്ട് ആരാണ് ഒരു വായിക്കുക, ഔരാജ് മുതലാളിയെ കുത്തിക്കൊല്ലുന്നു. അപ്പോൾ അതിനു മുമ്പ് ഈ ചെല്ലപ്പൻ എവിടെ പോകണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹംസയും ചെല്ലപ്പനുമാണ്. ഹംസയാണ് ഒരു പെട്ടിക്കടക്കാരനാണ്, ചെല്ലപ്പനാണ് ഈ കൊലപാതകം ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്ത് പോവാണ്. അയാൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ അയാൾക്ക് വരണം. ഹംസ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ വരാം, ചെല്ലപ്പൻ ഇല്ലാതെ എനിക്ക് ജീവിതമില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയുകയാണ്, താൻ വരണ്ട പറഞ്ഞു. അതിന് കാരണം ഇതൊക്കെ അട്ടിമറിക്കാനായിട്ട് എൻ്റെ കൂടെ നിന്ന് ഒരു കൊലപാതകം നടത്താൻ തനിക്ക് പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് പറ്റത്തില്ല. സത്യസന്ധമായി ഹംസന് ഉത്തരം പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല. അപ്പോൾ തകഴി ഒരു ചോദ്യം ചെല്ലപ്പനെ കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്നാൽ തന്നെ കൊള്ളത്തില്ല, എൻ്റെ കൂടെ താൻ വരണ്ട, താൻ എൻ്റെ കൂടെ വരണ്ട, താൻ കോടാലി കൈയിനോട് ശത്രുത തോന്നുന്നവനാണ്. അതായത് ഒരു 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 ആക്ട് നടത്തുന്ന ആളും അതിന്റെ വെപ്പൺ അല്ലെങ്കിൽ അതിന്റെ ഉപകരണവും ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ അതാണല്ലോ അടുത്ത കാലത്ത് ചർച്ച വന്നേക്കുന്നത്. കേരള സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഒരാൾ മറ്റൊരാളിനെ കല്ലെടുത്തെറിയുമ്പോൾ നിങ്ങൾ കല്ലിനെ ശിക്ഷിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു വളരെ രസകരമായിട്ടുള്ള ചോദ്യം നമ്മൾ ഏതാനും ദിവസത്തിന് മുമ്പ് കേരള സമൂഹത്തിൽ ആവർത്തിച്ച് കേൾക്കുന്ന ഇതാണ്. അത് തകഴി ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടെന്നല്ല. അതേമാതിരി തന്നെയാണ് അയാളെ തൂക്കിക്കൊല്ലാൻ ഉള്ള ട്രയലും അതിനുള്ള വിധിയും പറയുന്നതും ഏതാണ്ട് അതേ ഗൗരവത്തോടുകൂടി അല്ലെങ്കിൽ അതേ ലാഘവത്തോടുകൂടി തകഴിയിൽ എഴുതിയിട്ടുണ്ട്. തകഴി എഴുതിയേക്കുന്ന ആ ഒരു മനുഷ്യന്റെ ജീവിതാവസ്ഥ എന്നുള്ളത് പിന്നീട് പല ആൾക്കാർ പല പുസ്തകങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പല പുസ്തകങ്ങളിൽ വന്നിട്ടുണ്ടല്ലേ, പല സിനിമയിൽ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ പറയുമ്പം ഈ കൊലപാതകവും അതിന്റെ ഉത്തരവാദിത്വം, അതിനുപയോഗിക്കുന്ന വെപ്പന്റെ താല്പര്യങ്ങൾ, അതിന് കൂടെ നിൽക്കുന്നവർ, ഇങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബന്ധം തകഴി അനുഭവങ്ങൾ പാളിച്ചുകൊണ്ട് കൊണ്ടുവരുന്നു. ഈ വിഷയം പിൽക്കാലത്ത് ഉണ്ടായിരിക്കുന്ന പല ചെറുകഥകളിലും ഒക്കെ ആവർത്തിച്ച് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവരൊക്കെ വായനക്കാരും കൂടെയാണ്.
ഈ പിന്നീട് ഒരു കഥ, ഞാനിപ്പോൾ ഒരു കഥ എഴുതുകയാണെങ്കിൽ ഞാനൊരു വായനക്കാരനും കൂടിയാണ്. ഞാൻ ഒരുപാട് വായിച്ചിട്ടാണ് ഈ കഥയിലേക്ക് എത്തുന്നത്. അപ്പൊ എൻ്റെ പഴയ കഥാനുഭവങ്ങളും കഥ എഴുതാനുള്ള എൻ്റെ വാഞ്ചയും ഒക്കെ ഒരു സ്പർശം തകഴിയിൽ നിന്നും കൂടെ ഉണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അങ്ങനെയാണ് റീഡേഴ്സ് ഈ വായനക്കാരൻ തകഴിയെ ഭാവനയിൽ കൊണ്ട് വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അങ്ങനെയാണ് നമ്മൾ തകഴിയെ മറ്റു പല പുസ്തകങ്ങളിലും കൂടി നമ്മൾ കയറിൽ കൊണ്ടെത്തിക്കുന്നത്. കയറെന്ന് പറഞ്ഞാൽ അസാമാന്യമായിട്ടുള്ള ഒരു സാഗയാണ്. അതിൻ്റെ അകത്ത് അത് വായിച്ച് മനസ്സിലാക്കേണ്ട, അതിൻ്റെ അകത്തൊരു സമൂഹത്തിന്റെ ഒരു കഥ, പ്രത്യേകിച്ച് കഥാപാത്രങ്ങളൊന്നും ഇല്ലാതെ അപ്രസക്തമായിട്ടുള്ള കഥാപാത്രങ്ങളിൽ കൂടി ഇങ്ങനെ കഥ വികസിച്ചു വരുന്ന ഒരു നോവൽ, ഒരു ആശയം വികസിച്ചു വരുന്നത് നമുക്ക് കാണാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് വെച്ചാല് ഈ എഴുത്തുകാരും വായനക്കാരും തമ്മിലുള്ള ബന്ധത്തിൽ അത് സമൂലമായിട്ടുള്ള പരിവർത്തനം വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഓരോരുത്തർ വായിക്കുന്നത് എന്താണ്, അവർ എങ്ങനെ വായിക്കുന്നു, ഏതൊക്കെ രീതിയിലുള്ള വായന എന്നുള്ള ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ടത്തെ വായന ആ കാലഘട്ടത്തിൽ അത് മാറിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് ഇപ്പം നമ്മൾ ജെൻസി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണല്ലോ. ലോകമെമ്പാടും ജെൻസി അവർ വല്ലാതെ ഒരു ഇളക്കത്തിലാണ്, ഒരു ട്രബിൾഡ് ആയിട്ടുള്ള ലൈഫാണ്. ഇപ്പോൾ 25 വയസ്സ് താഴെയുള്ളവരെക്കാണ് ഇപ്പോൾ നമ്മൾ പൊതുവെ പറഞ്ഞാൽ ജെൻസി എന്ന് പറയുന്നത്. അവർ എന്ത് ചെയ്യുന്നു എന്ന് സത്യം പറഞ്ഞാൽ മുതിർന്നവർക്ക് അറിയാൻ പാടില്ല. അവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, അവർ എന്ത് തരം പാട്ടാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയം ഉണ്ടാകുമ്പോൾ അവർ എങ്ങനെ പറയുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് യൂറോപ്പിലും ബ്രിട്ടനിലുണ്ടായിരിക്കുന്ന 6-7 എന്നുള്ള ഒരു ഗെയിം ഈ ജെൻസിയുടെ ഒരു ആവിഷ്കാരമാണ്. 6-7 എന്ന് ഉറച്ചു പറയുന്നു. അതിനപ്പുറത്ത് 7-8 എന്ന് മറുപടി കുറച്ചു പേരുണ്ടാക്കി. അപ്പൊ ഈ ഒരു ആശയം ഇങ്ങനെയൊക്കെ ജെൻസി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതിനുള്ള അനുരണനങ്ങൾ കേരളത്തിലും ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് കാണാം. അപ്പൊ ഈ സമയത്തുള്ള ആൾക്കാരൊക്കെ ഈ രീതിയിലാണ് വായിക്കുന്നത്. അവരൊക്കെ 50% ഒരു തമാശയ്ക്ക് വേണ്ടി വായിക്കുന്നവരും, ബാക്കിയുള്ളവരൊക്കെ കുറച്ചൊക്കെ ഫിക്ഷൻ വായിക്കും. ടീനേജ് ഗേൾസ് ഫിക്ഷൻ വായിക്കുന്നുണ്ട്. പക്ഷെ ബോയ്സ് ആണെങ്കിൽ കോമിക് ബുക്സ് ആണ് വായിക്കുന്നതെന്നാണ് കണ്ടെത്തിയേക്കുന്നത്. ഇതേമാതിരി 25 വയസ്സിന് ശേഷമുള്ള 40 വയസ്സിൽ താഴെയുള്ള ആൾക്കാരൊക്കെ അവർ വായിക്കുന്നത് പ്രിന്റ് ബുക്സ് വായിക്കുന്നുണ്ട്. അവരാണ് ഈ പ്രിന്റഡ് ബുക്സ് വായിക്കുന്നത്. അപ്പൊ അതിനർത്ഥം പ്രിന്റഡ് ബുക്സിന്റെ കാലം പതുക്കെ അങ്ങ് പോവുകയാണ്. അങ്ങനെ മറ്റു പലരും കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചിലർ പ്രിന്റഡ് ബുക്സ് വായിക്കും. ബാക്കി പല ആൾക്കാരും ഇപ്പം റീഡിങ് ബൈ ടെക്നോളജി എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ കിൻഡിൽ മാതിരിയുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ടാബ്ലറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷേ ഈ മില്യനേഴ്സ് എന്നുള്ള പറയും 40 വയസ്സ് അറൌണ്ട് 40 വരെയുള്ള ആൾക്കാരൊക്കെ അവർ പ്രിന്റഡ് ബുക്ക് വായിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും. കഴിഞ്ഞ കുറച്ച് കാലം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 70% പേര് ഒരു പ്രിന്റഡ് ബുക്കെങ്കിലും വായിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ അകത്ത്. അല്ലെങ്കിൽ അവർ 35% പേര് ഈ ബുക്കുകളാണ് വായിക്കുന്നത്. അപ്പൊ ഈ മറ്റൊന്ന് എന്ന് വെച്ചാൽ ഈ 26-40 വയസ്സിനിടയ്ക്കുള്ളവർ മാത്രമാണ് ലൈബ്രറി ഉപയോഗിക്കുന്നത്. ഒരു പബ്ലിക് ലൈബ്രറി ആസ് എ പബ്ലിക്, ബുക്ക് ആസ് എ പബ്ലിക് സ്പേസ് അതിനകത്തുള്ള ആൾക്കാർ പോയി വായിക്കുന്നത് അത് 50% പേരേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ കേരളത്തിൽ, നിങ്ങൾക്ക് ചിലപ്പം അറിഞ്ഞൂടായിരിക്കും, നമ്മൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പോകുമ്പോഴത്തേക്ക് ലൈബ്രറികളിൽ നമ്മൾ പോകുമ്പോൾ, ഞാൻ പോയിട്ടുള്ള ലൈബ്രറികളൊക്കെ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എത്ര മെമ്പർഷിപ്പ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് 1000 മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമത് ചോദിക്കുന്നുണ്ട് ഇതിൽ എത്ര പേര് ബുക്ക് വായിക്കാനും ബുക്ക് നോക്കാനും ബുക്ക് അനുഭവിക്കാനും, ബുക്ക് ഒരു എക്സ്പീരിയൻസും കൂടെയാണല്ലോ. അത് വരുന്നോട്ട് എത്ര പേര് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേര് വരും എന്നാണ് പറയുന്നത്. 1000 പേര് മെമ്പർഷിപ്പ് ഉണ്ട്. പക്ഷെ ദൈനംദിന തലത്തിൽ 10 പേര് പോലും വരുന്നില്ല. 10-15 പേരൊക്കെയാണ് വരുന്നത്. ഒരു മാസത്തിൽ കുറച്ച് പേര് വന്നിരിക്കും. അപ്പോൾ പണ്ടത്തെ മാതിരി ലൈബ്രറി വിസിറ്റ് ചെയ്യുക, അവിടെ ഇരിക്കുക, ലൈബ്രറി ടൈം സ്പെൻഡ് ചെയ്യുക, ബുക്കുമായിട്ടൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇപ്പോൾ ഇല്ല. അത് മാത്രമല്ല അവരുടെ റീഡിങ് പാറ്റേണും ഇങ്ങനെ മാറിയിട്ടുണ്ട്. കോസ്മോപൊളിറ്റൻ പീപ്പിൾ അമ്മാതിരിയുള്ള അമേരിക്കൻ ജേണലുകളാണ് അവിടെ ഫേമസ്. കേരളത്തിൽ എന്താണെന്നുള്ളത് നമ്മൾ ഒരു ഗവേഷണത്തിലൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. ഈ ജെൻ എക്സ് എന്ന് പറയുന്നത് 41-55 വയസ്സിനിടയ്ക്കുള്ള വിഭാഗമാണ്. ആണ് ഏറ്റവും കൂടുതൽ വായിക്കാൻ ടെക്നോളജി ഉപയോഗിക്കുന്നത്. വായിക്കുമ്പോൾ ഒരു നീളം കൂടിയ കാര്യങ്ങളൊക്കെ വായിക്കുന്നവരാണ്. ദീർഘമുള്ള ലേഖനങ്ങൾ അല്ലെങ്കിൽ നോവലുകൾ അതൊക്കെ വായിക്കുന്നവരാണ്. നോൺ ഫിക്ഷൻ ഒക്കെ വായിക്കുന്നവരാണ്. അപ്പൊ അവരതിന് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടാബ്ലറ്റോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ടെക്നോളജിക്കൽ ഡിവൈസുകളാണ് ഇരിക്കുന്നത്. അവർ കൂടുതലും ഓൺലൈൻ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവർ കുറച്ച് സമയം ന്യൂസിന് വേണ്ടി ചെലവാക്കും. അവർ ഒരു അമേരിക്കനാണെങ്കിൽ അമേരിക്കൻ സൈക്കോ മാതിരിയുള്ള പുസ്തകങ്ങളാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതേസമയം 76 വയസ്സിന് ശേഷമുള്ള ആൾക്കാരുണ്ട്. അവരെ സൈലന്റ് ജനറേഷൻ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അവർ പുതിയ അവരുടെ ഒരുപാട് കാര്യങ്ങൾ ദുർബലമായിട്ട് വരുന്ന കൂടുതൽ നടക്കുന്നില്ല, കൂടുതൽ പുറത്തു പോകുന്നില്ല, കൂടുതൽ യാത്ര ചെയ്യുന്നില്ല, കൂടുതൽ ഭക്ഷണം കഴിക്കുന്നില്ല, കൂടുതൽ ഒരു
ഒരു ക്ലബ്ബുകളിലും ഒക്കെ പോകുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഇതാണ്. അവര് വളരെ കുറച്ചാണ് വായിക്കുന്നത്. അവരും പക്ഷെ എന്തെങ്കിലുമൊക്കെ വായിക്കും. ഈ 19% ഡിജിറ്റൽ ഫോർമാറ്റിൽ വായിക്കുന്നത്. അത് അവർ കൂടുതൽ ന്യൂസ് പേപ്പർ ആ രീതിയിലുള്ള വായനയിലും ആ ഒരു ഷ്രിങ്കേജ് വന്നിട്ടുണ്ട്. അങ്ങനെ ആണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് സമൂഹത്തിന്റെ വായന പോകുന്നത്. അപ്പൊ ഈ രീതിയിലേക്ക് എഴുത്തുകാർ മാറുന്നുണ്ട്. എഴുത്തുകാർ മാറാതിരിക്കുന്നില്ല. അപ്പോൾ ഈ രീതിയായിട്ട് ബന്ധപ്പെട്ട എഴുത്തുകളിലേക്ക് നമ്മൾ സമൂഹം വളരെ പെട്ടെന്ന് മാറുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് അടുത്ത കാലത്തായിട്ട് കേരള സമൂഹം ഒരുപാട് വായിക്കുന്നത് പണ്ടത്തെ മാതിരിയുള്ള വലിയ നോവലുകളൊന്നുമില്ല. അതൊക്കെ തീർന്നു. ഇപ്പോൾ വളരെ ചെറിയ നോവലുകളാണ് വായിക്കാൻ താല്പര്യപ്പെടുന്നത്. വലിയ നോവലുകൾ വായിക്കുന്നത് ലോകമെമ്പാടും വലിയ നോവലുകൾ വായിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബുക്കർ പ്രൈസിന്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏതാനും സമയത്താണ് 600 പേജ് കൂടുതലുള്ള ബുക്കുകൾ വന്നേക്കുന്നത് അപൂർവമായിട്ടാണ്. 1000 പേജുള്ള ബുക്ക് എനിക്ക് കഴിഞ്ഞ 20 കൊല്ലത്തിനകത്ത് ഒരെണ്ണമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് വായനയുടെ അനുഭവം മാറുന്നുണ്ട്. അതേസമയം ആളുകളെ ഒരുപാട് പേരെ പിടിച്ചു നിർത്തുന്ന എഴുത്തുകളെന്ന് പറയുന്നത് ഈ പേഴ്സണൽ ഹിസ്റ്ററി, നറേറ്റീവ് ഹിസ്റ്ററി, ഓർമ്മ എഴുത്ത് അല്ലെങ്കിൽ ജീവിതം എഴുത്ത് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് പുസ്തകങ്ങളാണ്. അതിപ്പോൾ കേരളത്തിൽ ഒരുപാടുണ്ട്. ഒത്തിരി പുസ്തകങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അടിമമക്ക എന്നുള്ള CK ജാനുവിന്റെ പുസ്തകം, അമ്മാതിരിയുള്ള പുസ്തകങ്ങളൊക്കെ ധാരാളം ചിലവാകുന്ന പുസ്തകങ്ങളാണ്. അതേസമയം യൂറോപ്പിലാണെങ്കിൽ അതും നറേറ്റീവ് ഇത് ഒരുപാടുണ്ട്. ഇപ്പം ഫ്രാങ്ക് മക്കോട്ടിന്റെ ആഞ്ചലസ് ആഷസ് എന്നുള്ളത്, അല്ലെങ്കിൽ ജാനറ്റ് വെൽസിന്റെ ഗ്ലാസ് പാലസ് എന്നുള്ള പുസ്തകം, ഇങ്ങനെയൊക്കെയുള്ള കുറേ പുസ്തകങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ടോബിയസ് ആൻഡ് ജെഫ്രി വൂൾഫിന്റെ പുസ്തകങ്ങൾ, ഡ്യൂക്ക് ഓഫ് ഡിസെപ്ഷൻ എന്നുള്ള പുസ്തകം, ദിസ് ബോയ്സ് ടെയിൽ എന്നുള്ള പുസ്തകം, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ, അതായത് പേഴ്സണൽ ഹിസ്റ്ററി, അത് സമൂഹത്തിൽ ഒരു വ്യക്തി സ്വയം പ്രതിഷ്ഠിക്കുന്ന എങ്ങനെ എന്നുള്ളത്. മലയാളത്തിൽ ഇപ്പോൾ അങ്ങനത്തെ പുസ്തകങ്ങൾക്ക് വ്യാപകമായിട്ടുള്ള ഡിമാൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ വായനക്കാർ അങ്ങനത്തെ എഴുത്തുകാരെ കണ്ടെത്താനായിട്ട് വായനക്കാർക്ക് ഉള്ള ഔത്സുക്യം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വേണേൽ കാണാം. വേറൊന്നുള്ളത് ഫ്രാഗ്മെന്റഡ് പ്രോസ് എഴുതുന്ന ആൾക്കാർ അവർ മുമ്പോട്ട് വരുന്നുണ്ട്. അവർക്ക് ധാരാളമുണ്ട്. പണ്ട് അതിനുള്ള എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് അനൈസ് നെയിൻ എന്നുള്ള എഴുത്തുകാരി ഉണ്ടായിരുന്നു. അവര് കുറച്ച് ലൈംഗികത കൂടുതലാണ്, പക്ഷെ അവരിങ്ങനെ എല്ലാം ഡയറിസ്റ്റാണ്. അവർ ഡയറി സ്റ്റൈലിൽ ഒരുപാട് എഴുതിയിരിക്കുന്നു. ഫ്രാഗ്മെന്റ്സ് ഓഫ് പ്രോസ് ആണ് എഴുതുന്നത്. അങ്ങനെ എഴുതിക്കൊണ്ടുവന്ന എഴുത്തുകാരുണ്ട്. കേരളത്തിലും അങ്ങനത്തെ എഴുത്തുകാരുണ്ട്. ഇപ്പൊ മാധവക്കുട്ടി ഒരു പക്ഷേ ഇങ്ങനത്തെ സ്ലോ പ്രോസ് എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു കോൺവെർസേഷണൽ സ്റ്റൈലിൽ ആൾക്കാരോട് സംസാരിക്കുന്ന ഭാഷയിൽ എഴുതുന്ന ഒരാളാണ്. അപ്പൊ അവർക്കൊക്കെ വലിയധികം ഇപ്പോഴും മാധവക്കുട്ടി ഒരു ആവേശത്തോടെ വായിക്കപ്പെടുന്നത് ഒരുപക്ഷെ പണ്ടത്തിനേക്കാളും കൂടുതൽ മാധവക്കുട്ടിയെ കണ്ടേക്കുന്നു. അങ്ങനെയൊക്കെ കാഴ്ചകൾ വീണ്ടും ആ കാഴ്ച തിരിച്ചു വന്നിട്ടുണ്ട്. എൻ മോഹനൻ ഉദാഹരണത്തിന്, അദ്ദേഹം ഇങ്ങനെ ഒരു സംസാരിക്കുന്ന രീതിയിൽ പേഴ്സണൽ സ്റ്റോറീസ് മാതിരി പറഞ്ഞു പോകുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾക്കൊക്കെ ഒരു റീസർജൻസ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ജെൻ എക്സും മില്ലിനിയൽസും ഒക്കെ ആവേശത്തോടുകൂടി വായിക്കാനായിട്ട് അവരും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്നത്. മറ്റൊന്ന് വിഷയമുള്ളതെന്ന് വെച്ചാൽ, ഒരു പുസ്തകത്തിനെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ തലമുറകൾ കഴിയുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും. അതിന്റെ ഒരു ഉദാഹരണമാണ് റൊമീല താപ്പറിന്റെ ശകുന്തള എന്നുള്ള പുസ്തകത്തിനെ കുറിച്ച് വായിച്ചു നോക്കിയാൽ അറിയാം. ശകുന്തള എന്നുള്ള ആ ഒരു, നമുക്കറിയാമല്ലോ ശകുന്തളം, കാളിദാസന്റെ ശകുന്തളം ശരിക്കും മഹാഭാരതത്തിന്റെ ഒരു ചെറിയ കഥയാണ്. മഹാഭാരതത്തിൽ എഴുതിയേക്കുന്ന ശകുന്തളമല്ല കാളിദാസൻ എഴുതിയേക്കുന്ന ശകുന്തളം. കാളിദാസൻ എഴുതുന്ന ശകുന്തളത്തിൽ ഓർമ്മയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മോതിരമുണ്ട്, ആ മോതിരം കളഞ്ഞു പോകുന്നു, അതിന്റെ ഒരു അഡ്വഞ്ചർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ ഒരു അഭിജ്ഞാനം എൻ്റെ അകത്ത് വന്നിരിക്കുന്നു. അഭിജ്ഞാന ശകുന്തളം എന്നുള്ള രീതിയിൽ മഹാഭാരതത്തിന്റെ റീറീഡിംഗ് ആണ്. പക്ഷെ പിന്നീട് അത് പലരും റീറീഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ലാസിക് എക്സാമ്പിൾ അത് ഈ ശകുന്തളത്തിന് യൂറോപ്പിൽ വളരെയധികം ഗൗരവമായിട്ട് പഠിക്കപ്പെട്ട പുസ്തകമാണ്. യൂറോപ്പിൽ കാമിൽ ക്ലോഡൽ ഒരു സ്കൾപ്റ്റർ ഉണ്ടായിരുന്നു, ശില്പി. ഒരു സ്ത്രീയാണ്. അവര് അതിഗംഭീരമായിട്ടുള്ള ഒരു സീരീസ് ഓഫ് സ്കൾപ്ചേഴ്സ് ശകുന്തളത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ശില്പങ്ങളും നമ്മുടെ കാളിദാസന്റെ ശകുന്തളം തമ്മിൽ ഒരു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ചെറിയ വ്യത്യാസമുണ്ട്. മറ്റേ കാളിദാസന്റെ ശകുന്തളത്തില് ശകുന്തള എന്നുള്ള സ്ത്രീയെ പുരുഷന്റെ താഴെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവരുടെ ഐഡന്റിറ്റി കാണിക്കാൻ വേണ്ടി അവർ മോതിരം കാണിച്ചാൽ മാത്രമേ അവർ രാജകൊട്ടാരത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അവർ സ്വന്തമായിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, ഭാര്യ എന്നുള്ള രീതിയിൽ, ഒരു കുഞ്ഞിന്റെ അമ്മ എന്നുള്ള രീതിയിൽ, ഗർഭിണി എന്നുള്ള രീതിയിൽ അവിടെ പ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. അവസാനം അവരുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന അന്ന് വരെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കാളിദാസൻ ശകുന്തളത്തിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം കാമിൽ ക്ലോഡൽ അതിന്റെ ശില്പങ്ങൾ ഉണ്ടാക്കിയപ്പോഴത്തേക്ക്
ആ ശില്പത്തിന്റെ ഭംഗി ഇതിനെയൊക്കെ കവച്ചു വെക്കുന്നു. ഇതിനപ്പുറം പോകുന്ന ഒരെണ്ണമായിരുന്നു. അതിനകത്ത് അവർ ചെയ്തത് ഒരു സ്ത്രീയും പുരുഷനും കൂടെ ചുംബിക്കാൻ പോകുന്ന മാതിരി ന്യൂഡാണ് രണ്ടും. അതിൻ്റെ അകത്ത് ആ സ്ത്രീ എന്ന് വെച്ചാൽ ശകുന്തളയെ ദുഷ്യന്തൻ ചുംബിക്കാൻ പോകുന്ന മുഖം അടുപ്പിച്ചടുപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു മോമെന്റിലാണ് ആ ശില്പം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ വ്യത്യാസം, ഈ പുരുഷൻ മുട്ടിൽ നിൽക്കുകയും സ്ത്രീ കുറച്ചുകൂടെ ഉയർന്ന പെഡസ്റ്റലിൽ നിൽക്കുകയും ചെയ്യുകയാണ്. ആ ഒരു വ്യത്യാസം ആണ് യൂറോപ്പിലെ ശകുന്തളയെ കാണുന്ന രീതി. അതേസമയം നമ്മൾ ഇന്ത്യയിലെ ശകുന്തളയെ കാണുന്ന രീതി പുരുഷന്റെ ചില അടയാളങ്ങൾ, വെർച്വൽ ആയിട്ടുള്ള ചില അടയാളങ്ങൾക്ക് അകത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് ശകുന്തളയെ കാളിദാസനും അതിനുശേഷമുള്ള വായനകളും വന്നിരിക്കുന്നത്. ഇത് തന്നെ രാമായണത്തിലും കാണാം. രാമായണത്തിൽ ലക്ഷ്മണ രേഖ എന്നുള്ളതിന്റെ പുരുഷൻ വരച്ച ഒരു വരയ്ക്കകത്ത് സീതയെ നിർത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ വായിക്കേണ്ടതായിട്ടുണ്ട്. അതേമാതിരി ഈ ഒരു തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാമിൽ ക്ലോഡലിന്റെ സ്കൾപ്ചറിന്റെ അകത്ത് ശകുന്തള ദുഷ്യന്തനെ കെട്ടിപ്പിടിക്കാനായിട്ട് പോകുന്ന ചുംബിക്കാൻ പോകുന്ന ആ ഒരു മോമെന്റ് ആണല്ലോ എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ അകത്ത് ശകുന്തള ദുഷ്യന്തനെ ചുംബിക്കുന്നത് നിർലജ്ജമാണ്. അതിൻ്റെ അകത്ത് ലജ്ജയില്ല. പക്ഷെ കാളിദാസന്റെ ശകുന്തളയ്ക്ക് ലജ്ജയുണ്ട്. അപ്പൊ ഈ അവസ്ഥയും വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ പുതിയ വായനകൾ ഓരോ കാലഘട്ടത്തിൽ വരും. ക്ലോഡിൽ ചെയ്തിരിക്കുന്ന ശില്പങ്ങളൊക്കെ അവർ സീരീസ് ശില്പങ്ങളാണ്, ഒന്നല്ല ചെയ്തിരിക്കുന്നത്, അനവധി ചെയ്തിട്ടുണ്ട്. പല മീഡിയത്തിൽ, പ്ലാസ്റ്ററിൽ, ടെറാക്കോട്ടയിൽ, മാർബിളിൽ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മൂർത്തമായിട്ട് ചെയ്തിരിക്കുന്നത് 1905 നമുക്കറിയാം, കാളിദാസന്റെ കൃതി വളരെ വളരെ പണ്ടാണല്ലോ. അതിനുശേഷം കാളിദാസന്റെ മലയാളത്തിലേക്ക് തന്നെ കാളിദാസന്റെ ശാകുന്തളം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് 60ഓളം പരിഭാഷകളുണ്ട്. ഇതിലൊക്കെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള ഒരു ചെറിയ അപ്പൊ എന്താണ് വായനയും എഴുത്തും തമ്മിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ? കുറച്ച് സമയം കൂടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? കുറച്ച് സമയം കൂടെ എടുക്കാമോ? എടുക്കാം സാറേ. ഓക്കെ. അപ്പോ വായനക്കാരൻ്റെ വായനയും എഴുത്തുകാരനും വായനയും തമ്മിൽ, വായനക്കാരൻ്റെ എഴുത്തുകാരൻ്റെ വായനക്കാരനും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെ കൊണ്ടാണ്. അത് ടെക്നോളജി ഉണ്ടാകാം, ലൈഫ് സ്റ്റൈല്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ആക്റ്റീവായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് മാത്രമല്ല എഴുത്തും വായനയും തമ്മിലുള്ള ആക്സസിബിലിറ്റി, ഇതൊക്കെ കൂടെ ചേർന്നാണ് ചെയ്യുന്നത്. ഇപ്പൊ ഡിജിറ്റൽ ടെക്നോളജി വന്നപ്പോൾ ഇതെല്ലാം ആണ് മുമ്പോട്ട് വരുന്നത്. അപ്പൊ ഇതൊന്നും ഡിജിറ്റൽ ടെക്നോളജിയുടെ കാലത്ത് മാത്രം ഉണ്ടായ മാറ്റമല്ല, പണ്ട് തൊട്ടേ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചെമ്മീനെ കുറിച്ച് ഇന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർ ചെമ്മീൻ സിനിമയും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഉത്തരം പറയുക. അതുകൊണ്ടാണ് ചെമ്മീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്മീൻ ഒരു പ്രണയകഥയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. ഇതേപോലെ തന്നെ ഓടയിൽ നിന്നിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ഓടയിൽ നിന്നിനെ പറ്റി പലയിടത്തും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പലയിടത്തും ചോദിക്കുമ്പം അവരൊക്കെ ഓടയിൽ നിന്നുള്ള സിനിമയുടെ രംഗങ്ങളാണ് പറയുന്നത്. അതേസമയം വളരെ മനോഹരമായിട്ടുള്ള പപ്പുവും ലക്ഷ്മിയും തമ്മിലുള്ള പ്രണയം കേശവദേവ് വിവരിക്കുന്ന ഒരേ ഒരു സെന്റൻസിലാണ്, ഒറ്റ സെന്റൻസിലാണ് അതിന്റെ പിവട്ട് നിൽക്കുന്നത്. അത് വളരെ മനോഹരമായിട്ടാണ് എഴുതിയേക്കുന്നത്. ആ ഒരൊറ്റ സെന്റൻസ് എഴുതുന്നതിനാണ് കേശവദേവിനെ നമ്മൾ ശ്ലാഘിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ്. സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ ഒരു ദൃശ്യമാധ്യമത്തിന് വേണ്ടി, ദൃശ്യപരതയ്ക്ക് വേണ്ടി നമ്മൾ പല രീതിയിലുള്ള കോംപ്രമൈസുകളോ പല രീതിയിൽ കൂട്ടിച്ചേർക്കലുകളോ ഒക്കെ നടക്കും. അതേസമയം എഴുത്തിൻ്റെ അകത്ത് അത് വരത്തില്ല. എഴുത്ത് മറ്റൊരു മീഡിയമാണല്ലോ. അപ്പൊ എഴുതിയേക്കുന്ന ടെക്സ്റ്റ് സിനിമയിലേക്ക് വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീഡിയത്തിലേക്ക് വരികയോ ചെയ്യുമ്പോഴത്തേക്ക് അത് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. വായനക്കാർ അതിനെക്കുറിച്ച് വ്യത്യസ്തമായ രീതിയിൽ അത് പ്രതിപാദിക്കും എന്നുള്ള ഇത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് മാറുമ്പം എഴുത്തിൽ നിന്ന് ടെക്സ്റ്റ് എന്നുള്ള ചെമ്മീൻ എന്നുള്ള നോവൽ, അല്ലെങ്കിൽ ഓടയിൽ നിന്നുള്ള നോവല് അതിനെ സിനിമയാക്കുമ്പോൾ ഈ എഴുത്തിൽ നിന്ന് ഒരുപാട് മാറ്റം വരും. 2-3 രീതിയിലാണ് മാറ്റം വരും. ഒന്ന്, ഒരു ട്രാൻസ്ലേഷൻ വരുന്ന ആൾക്കുള്ള വരും. ഇപ്പോൾ ട്രാൻസ്ലേഷൻ എന്നുള്ള രീതിയിൽ ഒരു തരം ട്രാൻസ്ലേഷനാണത്. എഴുതിയേക്കുന്ന ടെക്സ്റ്റിൽ നിന്നും അതൊരു വിഷ്വൽ ഇഫക്റ്റ് തന്നെയാണ്. പക്ഷെ അതിൽ നിന്നും പ്യൂർലി വിഷ്വൽ ഓഡിറ്ററി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ എന്ന് പറയുന്നത് നമ്മൾ സിനിമയിലേക്ക് മാറുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ട്രാൻസ്ലേഷനാണ്. ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത് ഡയറക്ടറുണ്ട്, അഭിനയിക്കുന്നവരുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്ററുണ്ട്, അങ്ങനെ ഒരുപാട് പേര് നമ്മൾ അദൃശ്യരായിട്ടുള്ള കുറെ ആൾക്കാരാണ് അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് ആണ്. അവർ ചെമ്മീനിനെ എങ്ങനെ കാണുന്നു, അവർ ഓടയിൽ നിന്നിനെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ അവർ നമ്മളെങ്ങനെ കാണണം എന്ന് അവർ ആഗ്രഹിക്കുന്നു, ആ രീതിയിലൊക്കെ അത് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് അത് നമ്മൾ വരുന്നത്. ഇത് അതുകൊണ്ട് എല്ലാ കാലത്തും അതിൻ്റെ അകത്ത് അതുണ്ടായിരുന്നു.
ഈ പുസ്തകങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിൽ നമുക്ക് വായനയുടെ മാറും. ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്നുള്ളത് ലോകമെമ്പാടും പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ്. അതിനെപ്പറ്റി പറയുന്നത് ഈ പുസ്തകം വായിക്കുമ്പോൾ സെയിം ടെക്സ്റ്റാണ്, പക്ഷെ ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിൽ വായിക്കുന്നത്. ഓരോ ആൾക്കാരുടെ ജീവിതം ഈ വരികൾക്കകത്ത് കിടക്കുന്നു എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. അതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ചെറിയ കുട്ടി വായിക്കുകയാണെങ്കിൽ, ഒരു 15, 14, 13 വയസ്സുള്ള കുട്ടികൾ വായിക്കുകയാണെങ്കിൽ, ഈ ഒരു ബൂഡ് റാറ്റ്ലിയെ പറ്റി ഉള്ള ഒരു ചെറിയ കഥ, അതിൻ്റെ അകത്തൊരു മിസ്റ്ററി ഉണ്ട്, ഇങ്ങനെ വായിച്ച് രസിക്കാൻ പറ്റുന്ന ഒരു കഥയാണ്. അതേസമയം 18 വയസ്സ് കഴിഞ്ഞ ഒരു യുവാവ്, കൗമാരപ്രായം കഴിഞ്ഞ ഒരാളാണ് വായിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻജസ്റ്റിസ് ഉണ്ട്, അല്ലെങ്കിൽ മോറൽ കറേജ് ഒക്കെ കാണിക്കുന്ന ഒരു പുസ്തകമായിട്ട് നമ്മൾ വായിക്കും. അതേസമയം കുറച്ചുകൂടെ പ്രായമുള്ള ഒരു 30-40 വയസ്സൊക്കെ ഉള്ളവർ വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒരു ജനാധിപത്യം, ഹ്യൂമൻ റൈറ്റ്സ്, ഇനീക്വാലിറ്റി, കോംപ്രമൈസ്, ഇങ്ങനെ ശരി തെറ്റുകളുടെ ബോധം, ഇതൊക്കെ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് വായിക്കാൻ പറ്റും. ഇങ്ങനെ ഓരോ പുസ്തകത്തിൻ്റെ അകത്ത് വായിക്കാം. അത് ആലിസ് ഇൻ വണ്ടർലാൻഡ് എടുത്ത് തന്നെ വായിക്കും. ഓരോ കൊല്ലവും നമ്മൾ ആലിസ് ഇൻ വണ്ടർലാൻഡ് വായിക്കുമ്പോൾ അതിനെപ്പറ്റി മാറി വരും. ഇതേമാതിരി ഫാരൻഹൈറ്റ് 451 എന്നുള്ള പുസ്തകങ്ങളും ഇങ്ങനെ ആവർത്തിച്ച് വ്യത്യസ്ത പ്രായക്കാർ വായിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ ഒരേ നോവലിന് തന്നെ അനേകം തരത്തിലുള്ള വായനക്കാരുണ്ടാകുന്നു, അനേകം രീതിയിലുള്ള വായനകൾ ഉണ്ടാകുന്നു. ആ അനുഭവം അതിൻ്റെ അകത്ത് വന്നേക്കും. ഇത് തന്നെയാണ് ഈ ചിത്രങ്ങൾ വയ്ക്കുന്ന ഈ എഡ്ഗർ റൈസ് ബോറോസിൻ്റെ ആണ് സീരീസ് ഓഫ് ടാർസൻ കോമിക്കുകൾ. അന്ന് ഒരു കാലത്ത് ഈ നോവൽ അവിടെ ഇരിക്കും, ഇടതുവശത്ത് കാണുന്ന നോവലാണ് ടാർസൻ ഓഫ് ദി ഏപ്സ് എന്നുള്ളതാണ് ആദ്യത്തെ പ്രശസ്തമായ നോവൽ. പക്ഷെ അത് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ വായിച്ചിട്ടുള്ളതൊക്കെ ഈ കോമിക്കാണ്. നമ്മുടെ ഈ ടാർസൻ അനുഭവം മുഴുവൻ കോമിക്കുകളിൽ കൂടെ വന്നതാണ്. എന്നാൽ അതിൻ്റെ രാഷ്ട്രീയം വായിക്കണം എന്നുണ്ടെങ്കിൽ പുസ്തകം വായിച്ചാലേ പറ്റുള്ളൂ. അതിൻ്റെ അകത്തുള്ള രാഷ്ട്രീയം, അതിൻ്റെ അകത്തുള്ള നിറം എങ്ങനെയാണ് ആഫ്രിക്കയിൽ പ്രവർത്തിക്കുന്നത്, അധികാരത്തിന്റെ, സബ്ജുഗേഷന്റെ, ഇങ്ങനെയുള്ള കഥകളൊക്കെ ഈ കോമിക്കുകളിൽ നിന്ന് കിട്ടത്തില്ല. കോമിക്ക് ഒരു മിനിമലിസ്റ്റിക് റീഡിംഗ് ആയിട്ട് മാറുന്നു. ടെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഉദാത്തമായ റീഡിങ്ങിന്റെ സാധ്യത നമുക്ക് തരുന്നു എന്നുള്ളത്. അങ്ങനെയാണ് ഈ ടാർസൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു പ്രശ്നം മറ്റേത് പുസ്തകത്തിൻ്റെ അകത്തും വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ റൈറ്റർ, ഓഥർ എന്ന് പറയുന്ന ആളും റീഡർ എന്ന് പറയുന്ന ആളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ടെക്സ്റ്റ് മാത്രമല്ല, ടെക്സ്റ്റിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പലതരത്തിലുള്ള കോഡുകളുണ്ട്. ആ കോഡുകളെല്ലാം കൂടെ ചേർന്ന് സമ്മിശ്രമായിട്ടുള്ള ഒരു മീഡിയം അതിൻ്റെ അകത്ത് രണ്ടുപേരും നിന്നിട്ടാണ് അവർ കൊടുക്കൽ വാങ്ങൽ നടത്തുന്നത്. ഇത് രണ്ടൊന്ന് പുതിയ കാര്യം കൊണ്ട് ഞാൻ പറയാം. ഈ എഴുത്തുകാരൻ്റെ പേര് ഗ്രിഗറി ചുഖാർട്ടിഷ്വിലി എന്നാണ്. എനിക്ക് തന്നെ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കാം. അദ്ദേഹം ഈ പേരിലല്ല അറിയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരാണ്. അദ്ദേഹം അനേകം പെൻ നെയിമുകളിലാണ് അറിയപ്പെടുന്നത്, തൂലികാനാമങ്ങളിലാണ് അറിയപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പേര് അക്വിനിൻ എന്നാണ്. ബോറിസ് അക്വിനിൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനൊരു സ്ത്രീയുടെ പേരുമുണ്ട്, ആന ബോറിസോവ എന്നുള്ള പേരിലുണ്ട്. അനറ്റോളി ബ്രസ്നിക്കിൻ എന്നുള്ള പേരുണ്ട്. ഇങ്ങനെ ഒരുപാട് പേരിൽ അദ്ദേഹം എഴുതുന്ന ആളാണ്, ഒരുപാട് എഴുതും. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഫിക്ഷനാണ്. പിന്നെ ഈ ഒരുപാട് ഡിറ്റക്റ്റീവുകളുടെ വെച്ചുകൊണ്ടുള്ള, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എറാസ് പാൻഡോറിൻ എന്നുള്ള ഒരു കഥാപാത്രം വെച്ചുകൊണ്ടുള്ള നോവലുകൾ എഴുതുന്നുണ്ട്. പിന്നെ അദ്ദേഹം എസ്സേ റൈറ്ററാണ്, ട്രാൻസ്ലേറ്ററാണ്. അദ്ദേഹം ജാപ്പനീസ് ലിറ്ററേച്ചർ ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള, റഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആള് ഇദ്ദേഹമാണ്. ഇദ്ദേഹം പക്ഷേ ഇപ്പോൾ താമസിക്കുന്ന അമേരിക്കയിലാണ്. അപ്പോൾ അവിടുന്ന് റഷ്യയിൽ നിന്ന് അമേരിക്കയിൽ പോയി അവിടെയാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസത്തിന് മുമ്പ് അദ്ദേഹത്തിന് റഷ്യയിൽ അദ്ദേഹം ഇല്ലാതെ ഇനാബ്സെൻഷ്യ അങ്ങനെ ട്രൈ ചെയ്യുകയും ഒരു ട്രയൽ നടത്തുകയും 14 വർഷത്തേക്ക് ജയിൽവാസം ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എപ്പോഴെങ്കിലും റഷ്യ പോവുകയാണെങ്കിൽ അവർ പിടിച്ച് ജയിലിലിടും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ഇദ്ദേഹം ഇങ്ങനെ ഒരുപാട് എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ രസമുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ പ്രിന്റഡ് ബുക്കുകൾ കുറഞ്ഞു വരും. പക്ഷെ പ്രിന്റഡ് ബുക്കിൽ നമ്മൾ കാണേണ്ടത് നമ്മൾ വായിക്കാനുള്ള പുസ്തകമായിട്ടല്ല, അതിനെ ഒരു ആർട്ടിഫാക്റ്റ് ആയിട്ട് കാണണം എന്നാണ്. അതുകൊണ്ട് വളരെ ഈസ്തറ്റിക് ആയിട്ട് ബുക്ക് ഉണ്ടാക്കണം എന്ന് പറയുന്ന ആൾക്കാരാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ബുക്ക് എന്ന് പറയുന്നത് ഒരു ടാഞ്ചിബിൾ സാധനമാണ്, നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വളരെ ഈസ്തറ്റിക് ആയിട്ട് ഉണ്ടാക്കണം, ചിത്രങ്ങൾ വേണം. അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ആ യുണീക്നെസ്, അതിൻ്റെ ടാഞ്ചിബിൾ ഐറ്റം ആയതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് കളക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ പുസ്തകം മുഴുവൻ കളക്ടേഴ്സ് ഐറ്റമായിട്ട് മാറും. അപ്പോൾ പുസ്തകം എന്നുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്, പുസ്തകം എന്ന് പറയുന്ന കോണ്ടന്റ് ഉണ്ട്. അപ്പോൾ കോണ്ടന്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ വായിക്കും. അത് നമുക്ക് ഈ ബുക്കിൻ്റെ അകത്തോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ വായിക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വായിക്കാം. പക്ഷെ പുസ്തകം എന്ന് പറയുന്ന ടാഞ്ചിബിൾ ഓബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ വെക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു മോതിരം സൂക്ഷിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ സിൽവർ ചെയിൻ സൂക്ഷിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പെട്ടി ഞാൻ സൂക്ഷിച്ചു വെക്കുന്നു, ഒരു ചീനഭരണി സൂക്ഷിച്ചു വെക്കുന്നു എന്നൊക്കെ പറയുന്ന മാതിരി എൻ്റെ ഓർമ്മ, എൻ്റെ
എൻ്റെ ചരിത്രപരമായിട്ടുള്ള ഓർമ്മ, എൻ്റെ പഴയ കാലത്തെ ഓർമ്മ സൂക്ഷിക്കാനായിട്ടുള്ള അടയാളങ്ങൾ ഞാൻ സൂക്ഷിക്കുന്ന മാതിരി അങ്ങനെ ബുക്ക് ഒരു ആർട്ടിഫാക്റ്റായിട്ട് മാറും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. ആ രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ ക്രൈം ഫിക്ഷനും ഒക്കെ പറഞ്ഞതോടുകൂടി അദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം ചെയ്യുന്നത് ഈ പലതരത്തിലുള്ള മീഡിയേറ്റ് ചെയ്യണമെന്നുള്ള ആൾക്കാരും ആയിട്ട് ചോദിച്ചിട്ട് ആൾക്കാരെയും കൂടെ ഈ വായനക്കാരെയും കൂടെ എഴുത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നിട്ട് അവര് പറയുന്നതനുസരിച്ച് നമുക്ക് എഴുതാം എന്നുള്ളതാണ്. അത് നമ്മുടെ കേരളത്തിൽ ചില പൈങ്കിളി എഴുത്തുകാരൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. വായനക്കാരുടെ അഭിപ്രായം അനുസരിച്ച് എഴുത്തിന്റെ ശൈലം മാറ്റിക്കൊണ്ടിരിക്കുന്ന രീതി. ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് അതിന് ഫ്യൂച്ചർ അങ്ങനെയാണ്. കാരണം ഇപ്പൊ ടെക്നോളജി വികസിച്ചതോടുകൂടി ഞാനൊരു നോവലിന്റെ ആദ്യത്തെ ചാപ്റ്റർ എഴുതി പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ട്രാൻസ്മീഡിയാലിറ്റി എന്നൊരു സൂത്രം ഉണ്ടായി വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ പറയുന്നത്. അദ്ദേഹം പറയുന്നത് വായനക്കാർക്ക് നമ്മൾ എഴുതുന്നതിൻ്റെ അകത്തുള്ള ആശയങ്ങൾ ഇട്ടിട്ട് അവരെ ചലഞ്ച് ചെയ്യുക, എന്നിട്ട് അവരെ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ അവരെ ഇൻവൈറ്റ് ചെയ്യുക. വായനക്കാരാണെങ്കിൽ ഇതൊരു ലിറ്റററി ഗെയിമായിട്ട് ഒരു കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന മാതിരി ഇദ്ദേഹത്തിന്റെ എഴുത്ത് കൊണ്ടുവരാം. അതുമാത്രമല്ല, എഴുതുന്ന ഒരാൾ തന്നെ നോവൽ എഴുതുന്ന ഒരാൾ ആണെന്ന് വെക്കുക. നോവൽ എഴുതുകയാണെങ്കിൽ അത് ആ നോവൽ മൂർത്തമാകുന്നത് അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഉണ്ടാകുന്നു, ആർട്ടിക്കിൾസ് ഉണ്ടാകുന്നു, ലെറ്റേഴ്സ് ഉണ്ടാകുന്നു, ടെലിവിഷൻ ഷോ ഉണ്ടാകുന്നു, റേഡിയോ പ്രോഗ്രാംസ് ഉണ്ടാകുന്നു. ഇങ്ങനെ എല്ലാം കൂടെ നെറ്റിൽ സംഭവിക്കുമ്പോഴാണ് ഈ റിട്ടൺ ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഒരു പ്രിന്റഡ് ബുക്കിന് അതിനൊരു വാല്യൂ കിട്ടുന്നത്. ഈ വെർച്വൽ വേൾഡിന്റെ അകത്ത് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോഴാണെന്നാണ് അക്യൂനിയൻ പറയുന്നത്. അപ്പൊ ഇതൊന്നും പ്രൊമോഷൻ ഇല്ല. നമുക്ക് ബുക്ക് പ്രൊമോഷൻ എന്നൊരു സാധനമുണ്ട്. അത് ബുക്കിന്റെ കമേഴ്ഷ്യാലിറ്റിക്ക് വേണ്ടിയാണ്. കമേഴ്ഷ്യൽ ആയിട്ട് ബുക്ക് വിജയിക്കാൻ വേണ്ടിയാണ് ഈ ബുക്ക് പ്രൊമോഷൻ നടത്തുന്നത്. അതൊക്കെ മാറ്റിവെക്കാം. ബുക്കിനെ ആൾക്കാരുടെ മനസ്സിലേക്ക് എത്തിക്കാനുള്ള ടെക്നിക്കിൻ്റെ അകത്തുള്ള മാറ്റമാണ് ബോറിസ് അക്യൂനിയൻ പറയുന്നത്. അതാണ് ഈ റിവ്യൂ പറയുന്നത്. ആർട്ടിക്കിൾസ്, ലെറ്റർ, ടെലിവിഷൻ, റേഡിയോ പ്രോഗ്രാം, അതിനെപ്പറ്റിയുള്ള ഗെയിം, പിന്നെ ബുക്കിൻ്റെ അകത്ത് ഏത് പോർഷൻ വേണമെങ്കിലും എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അത് പല രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നതെല്ലാം ബോറിസ് അക്യൂനിയന്റെ ഒരു ആശയമാണ്. പലരും ഇത് ചെയ്യുന്നുള്ളത്, പലർക്കും ഇതിൽ താല്പര്യം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അകത്തുള്ള റീഡേഴ്സ് ക്യാൻ പ്ലേ വിത്ത് ദം എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ റീഡറിങ്ങനെ ഒരുപാട് റീഡേഴ്സ് ഇതിന്റെ പല ഭാഗങ്ങളുമായിട്ട് ഒരു തമാശ കളിക്കുക, ഒരു ഗെയിം മാതിരി, കമ്പ്യൂട്ടർ ഗെയിം മാതിരി കളിക്കുകയാണെങ്കിൽ അത് പതുക്കെ ഒരു കാലിഡോസ്കോപ്പ് മാതിരി ഉണ്ടായി പലതരത്തിലുള്ള സ്റ്റിമുലേഷൻ ഉണ്ടായി വരികയും അതിങ്ങനെ പുതിയ കഥകൾ അതിൻ്റെ അകത്തുനിന്ന് തന്നെ സെൽഫ് ജനറേറ്റഡ് ആയിട്ടുള്ള പുതിയ കഥകൾ ഉണ്ടാകും. അത് അതിൻ്റെ അകത്ത് ഒരു റെസിപ്രോസിറ്റി ഉണ്ട്, അത് ഇന്ററാക്ഷനും ഉണ്ടായിട്ട്. അതാണ് ബോറിസ് അക്യൂനിയന്റെ പുതിയ കാലത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതാണ് അത് പറയുന്നത്. ഇനി മറ്റൊന്ന് വിക്ടർ പെലേവിൻ എന്നുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ അത് റഷ്യൻ ഓതറാണ്. അദ്ദേഹം ഒരു വളരെയധികം പോസ്റ്റ് മോഡേണിസ്റ്റ് ആയിട്ടുള്ള ഒരു എഴുത്താണ്. അദ്ദേഹം പറയുന്നത് മൈൻഡാണ് ഈ എഴുത്തുകാരനെയും ഒരു മറ്റുള്ള പുറത്തുള്ള ഒരു വ്യക്തിയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് മൈൻഡാണ്. അപ്പൊ എഴുത്തുകാരനായിട്ട് മൈൻഡ് എങ്ങനെ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യമാണ് എഴുത്തുകാരൻ പെലേവിൻ പറയുന്നത്. എഴുത്തെന്ന് പറയുന്ന ഒരു ഗെയിമാണ്. ആ ഒരു ഗെയിം റീഡറിന് കൊടുക്കണം പലതരത്തിലുള്ള. അപ്പോൾ എങ്ങനെയാണ് ഈ അത് കൊടുക്കുന്നത്? റീഡറിന് മനസ്സിലാകാവുന്ന പലതരത്തിലുള്ള പഴയ കാലത്തിലുള്ള കൾച്ചറൽ റെഫറൻസുകൾ. ഇപ്പം നമ്മളിവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരാൾ എഴുതുമ്പോൾ കേരളത്തിന്റെ പഴയ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിന്റെ കാലമോ അല്ലെങ്കിൽ മലബാറിന്റെ കാലമോ അല്ലെങ്കിൽ രാമായണത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ബൈബിളിന്റെ ഇവിടെ വന്ന കഥയോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊക്കെ, കുഞ്ഞാലിമരക്കാരനെ കുറിച്ചുകളൊക്കെ റെഫറൻസ് സൂചനകൾ അവിടെ വയ്ക്കണം. അങ്ങനെ വെക്കുമ്പോഴത്തേക്കാണ് അത് ഒരു സാധ്യത വികസിച്ചു വരുന്നത്. അതിൻ്റെ അകത്തേക്ക് ഈ കോണ്ടംപററി ടോപ്പിക് അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. കൊണ്ടുവന്നിട്ട് ആൾക്കാർ അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇദ്ദേഹം വളരെ അറിയപ്പെട്ട ഒരു നോവലിസ്റ്റാണ്. അദ്ദേഹം അതിശക്തനായിട്ടുള്ള ഇത് പറയുകയാണ്. അപ്പോൾ ആക്ട് ഓഫ് റീഡിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള പുസ്തകം വായിക്കുമ്പോൾ ഒരൊറ്റ ആളാണ് വായിക്കുന്നത്. ബാക്കി എല്ലാം പുസ്തകത്തിനെ പറ്റി പുസ്തകം മാർക്കറ്റ് ചെയ്യുമ്പം വലിയ കടയിൽ മാർക്കറ്റ് ചെയ്യും. പക്ഷെ പുസ്തകം ഞാൻ വാങ്ങിച്ചുകൊണ്ടെന്ന് വീട്ടിൽ കൊണ്ടുവച്ച് വായിക്കുമ്പോൾ ഞാൻ മാത്രമാണ്, ഞാൻ ഒറ്റയ്ക്കിരുന്നാണ് വായിക്കുന്നത്. ആ ഏകാന്തത മാറ്റാൻ വേണ്ടിയാണ് ഈ പലതരത്തിലുള്ള ഇന്റർവെൻഷനുകളൊക്കെ എഴുതുന്നത്. ഇദ്ദേഹം പ്രസിദ്ധനായത് ഇദ്ദേഹം വായനയും കമ്പ്യൂട്ടറും അദ്ദേഹത്തിന്റെ വേറൊരു ആശയമാണ് ഈ കമ്മോഡിഫിക്കേഷൻ ഓഫ് ലൈഫ് ആൻഡ് ഐഡിയോളജി എന്നാണ്. അപ്പോൾ ഇതും പറഞ്ഞ റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പം മീഡിയേറ്റഡ് ആണ്. റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് വായിക്കുമ്പം അത് തീരുന്നില്ല. അതിൻ്റെ അകത്ത് മാർക്കറ്റിങ്, TV, പരസ്യങ്ങൾ തന്നെ ഒരു തരം പ്രോപ്പഗാൻഡയാണ്, ക്യാമറയുടെ ഇൻഫ്ലുവൻസ്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു റിയാലിറ്റി. ആ റിയാലിറ്റിയിലേക്ക് പുസ്തകം കൊണ്ടുവരും എന്നാണ് പെലേവിന്റെ ആശയം. അത് ഗംഭീരമായിട്ടുള്ള ആശയമാണ്. അദ്ദേഹം പറയുന്നത് ഇമേജ് ആണ് ഇപ്പോൾ ഫണ്ടമെന്റൽ. നമ്മൾ വായിക്കുന്ന ടെക്സ്റ്റിനേക്കാളും അത് ഉൽപ്പാദിപ്പിക്കുന്ന ഇമേജും അതിനെപ്പറ്റി നമ്മൾ കാണിക്കുന്ന ഇമേജുകളും ഒക്കെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകങ്ങൾ സിനിമയാകുമ്പോഴും ഒക്കെ ഉള്ള റീഡർഷിപ്പിൻ്റെ അകത്തുണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ ചിത്രങ്ങളാകുക, പെയിന്റിങ് ആകുക,
അല്ലെങ്കിൽ ഒരു ഇപ്പൊ നമ്മളിപ്പോൾ ഒ.വി. വിജയന്റെ ചിലതൊക്കെ സ്കൾപ്ചറായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ സാധ്യത മാറുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇദ്ദേഹം ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് ഹെൽമെറ്റ് ഓഫ് ഹൊറർ എന്നുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട പുസ്തകമാണ്. കാര്യം അതിൻ്റെ അകത്ത് ഈ കഥാപാത്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഗ്രീക്ക് സ്റ്റോറിയുടെ റീടെല്ലിംഗ് ആണ്. തിയേസിസ് ആൻഡ് മിനോറ്റാർ എന്നുള്ള രണ്ട് ഗ്രീക്ക് കഥാപാത്രങ്ങളുടെ കഥയാണ്. പക്ഷേ ഈ നോവല് ഈ ഗ്രീക്ക് കഥയെ പറ്റിയാണ് എഴുതിയേക്കുന്നതെങ്കിൽ നടക്കുന്നത് ഒരു ചാറ്റ് റൂമിലാണ്. ഇതിൻ്റെ അകത്ത് കഥാപാത്രങ്ങളൊക്കെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കൂടെ കടന്നു പോകുന്നവരാണ്. അവർ കടന്നു പോയിട്ട് പെട്ടെന്ന് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇമോറ്റിക്കോൺ മാത്രം കൊടുത്തിട്ട് അവർ അപ്രത്യക്ഷമാവും. ചാപ്റ്റർ നമ്പർ അങ്ങനൊന്നുമില്ല. ഇമാതിരി ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നോവൽ റൈറ്റിംഗ് രീതിയാണ് പെലവിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ പെലവിൻ ആണെങ്കിൽ ആൾക്കാരെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. വളരെ റിക്ലൂസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. നമുക്ക് ഇന്റർവ്യൂ തരത്തില്ല, ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനത്തെ ഒരു ഫോട്ടോ ഉള്ളത് തന്നെ എപ്പോഴോ ആരോ എടുത്ത ഒരു ഫോട്ടോ മാത്രമേ നെറ്റിൽ കിട്ടുകയുള്ളൂ. അങ്ങനെ ഒരാളാണ്. അയാൾ ഓൺലൈൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം. അത് അന്ന് ഈ ഇന്റർനെറ്റ് പെനിട്രേഷൻ ഒരു 2% ആയിരുന്ന ഒരു കാലത്താണ് അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നത്. അത് മാത്രമാണ് കിട്ടുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വ്യാപകമായിട്ട് വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ അസ് ഓൺ ടുഡേ ഈ വായനയും എഴുത്തും തമ്മിലുള്ള ബന്ധം, വായനക്കാരനും എഴുത്തുകാരനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മെറ്റീരിയാലിറ്റി, ഹൈബ്രിഡിറ്റി, ഈ കൾച്ചറൽ ഡിഫറൻസ്, മൾട്ടി മൊഡാലിറ്റി, അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുമായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ജസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വിടുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അത് ടെക്നോ ഫ്യൂച്ചറിസമാണ്. പുതിയ എഴുത്ത് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഇതിൻ്റെ ഒരു നിക്കോളായ് ഫെഡറോവ് എന്നുള്ള ഒരു ഫിലോസഫറാണ് ഈ ഒരു ആശയം മുമ്പോട്ട് വെച്ചത്. അദ്ദേഹം മരിച്ചത് 1903 പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന്റെ ആശയത്തിന്റെ റെലവൻസ് വന്നത് ഈ സ്പേസ് ഈറ വന്നപ്പോഴത്തേക്കാണ്. സ്പേസ് ഈറ വന്നപ്പോഴത്തേക്ക് യൂറി ഗാഗറിൻ സ്പേസിൽ പോയി, പിന്നെ ഒരുപാട് പേര് അപ്പോളോ സ്പേസിൽ പോയി, ചന്ദ്രനിൽ നമ്മൾ പോയി നടന്നു, ഇങ്ങനെയൊക്കെ വലിയ സംഭവം ഉണ്ടായില്ല. ഇപ്പൊ ഇതിനകത്തൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത കാലഘട്ടം പോലെ അവരുടെ ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കി ഒരാൾ താമസിച്ച് സ്പേസിൽ പോയി അവിടെ താമസിച്ച് തിരിച്ചു വരാനൊക്കെ ഒരുപാട് വർഷം എടുക്കും. അപ്പൊ ആ ഒരു കഥ തീരണമെന്നുണ്ടെങ്കിൽ അനേകം വർഷത്തെ ആയുസ് വേണം. നമ്മളിപ്പോഴത്തെ 70 വയസ്സും 80 വയസ്സും വരെ ജീവിക്കുന്ന ഒരു ആൾക്കാർക്ക് ഈ സ്പേസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ജീവിതം ഒരു ഇമ്മോർട്ടാലിസം വേണം. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സ്പേസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സ്പേസ് അങ്ങനത്തെ ഒരു ഇടമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ലൈഫിനെ എങ്ങനെ നീട്ടാം. അപ്പൊ ഇദ്ദേഹം സ്പേസസ് വരുന്നതിന് മുമ്പാണ് ഫെഡറോവ് ജീവിച്ചിരുന്നത്. ഫെഡറോവ് പക്ഷെ പറഞ്ഞത് നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ ഇമ്മോർട്ടലാക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ആയുസ് ഒരുപാട് ദീർഘിപ്പിക്കാൻ ശ്രമിക്കണം എന്നാണ്. ഈ ആശയം വെച്ചുകൊണ്ട് ഒരുപാട് പേര് ഈ ഡെഡ് ബോഡി തന്നെ ലിക്വിഡ് നൈട്രജനിലൊക്കെ സൂക്ഷിച്ചേക്കുന്ന കുറെ ഇൻസ്റ്റൻസുകൾ റഷ്യയില്, സോവിയറ്റ് യൂണിയനിലുണ്ട്. അപ്പൊ ഇത് ഇപ്പോഴത്തെ ഒരു രസം എന്ന് പറയുന്നത് ഇത് പ്രോഗ്രസോറിസം എന്നൊക്കെ പറയുന്ന പുതിയ ട്രാൻസ് ഹ്യൂമനിസം എന്നൊക്കെ ഉള്ള ആശയങ്ങൾ അതിൽ നിന്നുണ്ടായതാണ്. എങ്ങനെയാണ് ഇത് വരുന്നത്? നമ്മൾ വിചാരിക്കുന്നത് റഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഒരുപാട് പേര് ഈ ആശയങ്ങൾ ഉപയോഗിച്ചിട്ട് ഇപ്പൊ പുസ്തകം എഴുതുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരാൾ കാൾ ഓവ് നോസ്ഗാർഡ് എന്നുള്ളതാണ്. അദ്ദേഹം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിഗംഭീരമായിട്ടുള്ള കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് കാൾ ഓവ് നോസ്ഗാർഡ്. അദ്ദേഹത്തിന്റെ വൂൾസ് ഓഫ് എറ്റേണിറ്റി എന്നുള്ള പുസ്തകം ഇതാണ് ഒരു ഇമ്മോർട്ടാലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. റിച്ചാർഡ് പവേഴ്സിന്റെ പ്ലേ ഗ്രൗണ്ട് എന്നുള്ള പുസ്തകം അത് പറയുന്നതാണ്. അപ്പൊ ട്രാൻസ് ഹ്യൂമനിസം എന്നുള്ള ഒരു ആശയം ഇങ്ങനെ സ്പേസ് ഏജുമായിട്ട് ഉള്ള വായനക്കാരനും എഴുത്തുകാരനും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ അതും ഉണ്ടാകുന്നുണ്ട്. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്താം. ഒരുപാട് സമയമായി, കുറച്ച് സമയം കൂടുതൽ എടുത്തോന്ന് എനിക്ക് സംശയമുണ്ട്. അത് എത്ര കൊണ്ട് ശരിയാണ്ട് 1 മണിക്കൂർ കഴിയും. അപ്പോൾ അവിടെ നിൽക്കുന്നു. ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ ഞാൻ അതാണ് വായനക്കാരനും എഴുത്തുകാരനെയും കൂടെ ഉള്ള മീറ്റിംഗ് പ്ലേസ് കണ്ടെത്താനാണ് ഞാൻ ശ്രമിച്ചത്. താങ്ക് യു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിന് വളരെ നന്ദി. എന്നെ കേട്ടുകൊണ്ടിരുന്നതിനും നന്ദി. താങ്ക് യു സാർ. ഇത്ര നല്ലൊരു ഒരു സെമിനാർ എന്നതിന് കേട്ട എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും ബേണിംഗ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നോബൽ വോട്ട് ഓഫ് താങ്ക്സ് പറയും. താങ്ക് യു. സാറേ, ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. നമ്മളെ ഈ നമ്പൂതിരിയുടെ വരകൾ നമ്മുടെ ഈ MTയുടെ പുസ്തകങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് ഈ ഒരു വായനയുടെ ഭാഗവും എഴുത്തുകാരനും വായനയും തമ്മിൽ, വായനക്കാരനും എഴുത്തുകാരനും തമ്മിലുള്ള ബന്ധത്തിൽ ഒന്ന് ലിങ്ക് ചെയ്യാൻ പറ്റുക? ഈ സാഹിത്യത്തിലെ വര അതാണല്ലോ വിഷയം. സാഹിത്യത്തിലെ വര 2 രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഒന്ന് നമ്പൂതിരിയുടെ മാതിരിയുള്ള നമ്പൂതിരി AS അവരൊക്കെ വരയ്ക്കുന്നത്
അത് ഒരു നേരത്തെ പറഞ്ഞ മാതിരി ഈ മറ്റേ പാസ്റ്റിഷ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതായത് നമുക്ക് ഒരു കൾച്ചറൽ മെമ്മറി ഉണ്ട്. നമുക്ക് ഓരോരുത്തരും എങ്ങനെ ഇരിക്കും, ഇപ്പൊ ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറയുന്ന ഒരു ധാരണയുണ്ട്. ഈ ധാരണയെ മൂർത്തമാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമ്പൂതിരിയും AS-ഉം അങ്ങനെ ഉള്ള ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വായിക്കുന്ന ഒരാളിന് അത് നമുക്ക് വ്യക്തമായിട്ട് അങ്ങ് മനസ്സിലാവും. നമ്മുടെ മനസ്സിൽ പതിയും. ദ്രൗപദി എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ മറ്റേ ഭാനുമതി എങ്ങനെ ഇരിക്കണം, കർണൻ എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു മൂർത്തമായ ഭാവം കൊണ്ടുവരും. ഇത് പാസ്റ്റിഷുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാര്യം പാസ്റ്റിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള അടയാളങ്ങളുടെ മെമ്മറിയുടെ റെമനന്റുകളാണ്. അതിനെ വെച്ചുകൊണ്ടാണ് അത് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഗുണമുള്ളത്. അതേസമയം മറ്റൊരു തരത്തിലുള്ള വരയുണ്ട്. അതിപ്പം ഉത്തരാധുനിക കാലത്ത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈ മെറ്റാമോഡേണിസം ടെക്നോളജി വികസിച്ചു വന്ന സമയത്ത് അമേരിക്ക, കാനഡ അവിടെയൊക്കെ ഉണ്ടാകുന്ന പുതിയ ആൾക്കാർ അവരുടെ എഴുത്തിന്റെ ഭാഗമാക്കി വരവയ്ക്കുന്നുണ്ട്. ഇപ്പം നമ്പൂതിരിയുടെ എഴുത്ത് MTയുടെ അല്ലെങ്കിൽ VKന്റെ ടെക്സ്റ്റിന്റെ പുറത്തുള്ള ഒരു വരയാണ്. അതേസമയം രൂപി കൗർ എന്നുള്ള കവിയുണ്ട്. എനിക്ക് ഒരു കനേഡിയൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. രൂപി കൗർ പഞ്ചാബ് ഒരു ജനിച്ചതാണ്. രൂപി കൗറിന്റെ കവിതകളിലെല്ലാം തന്നെ വരകളുണ്ട്. ആ വര വരച്ചേക്കുന്നതെല്ലാം തന്നെ ആ വരകള് ആ കവിതയുടെ ഭാഗമാണ്. ആ വരയും കൂടെ ചേർന്നാലേ കവിത പൂർത്തിയാവുള്ളൂ. അമ്മാതിരി ഒരു വരയുണ്ട്. അതും നമ്പൂതിരിയുടെ വരയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ മറ്റൊന്നുള്ളത്, മൂന്നാമത്തെ ഒരെണ്ണം പറയാൻ പറ്റുന്നത് കലിഗ്രാഫിയാണ്. ഇപ്പൊ നമ്മുടെ ഭട്ടതിരിയുടെ കലിഗ്രാഫി. ഇപ്പോൾ ഓരോ കഥകൾ എഴുതുമ്പം ഈ കുമാരനാശന്റെ നളിനി എന്നുള്ള നളിനി എഴുതുമ്പം അതിൻ്റെ അകത്തുള്ള ഒരു നളിനിയുടെ ഒരു സബ്ഡ്യൂഡ് അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും. നളിനി എന്ന് എഴുതിയേക്കുന്നത്. ഇവിടെ ലീല എന്ന് എഴുതുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തൊരു പ്ലേഫുൾനെസ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ചെയ്യുന്നതും ഈ ടെക്സ്റ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതാണ് വരയുമായിട്ട് എനിക്ക് പറയാനുള്ളത്. സാറേ, ആ പവർ പോയിന്റ് ഒന്ന് ക്ലോസ് ചെയ്തേക്കണേ, ഫുൾ സ്ക്രീൻ ഒന്ന് കിട്ടാൻ വേണ്ടിയാ. താങ്ക് യു. സാർ, എൻ്റെ പേര് ബൈജു. ഞാൻ എഡ്മണ്ടണിലാണ്, കാനഡയിൽ. സാർ വളരെ മനോഹരമായിട്ട് കേരളത്തിലെയും ആഗോള സാഹിത്യത്തിന്റെ പശ്ചാത്തലത്തിലും വായനക്കാരൻ എങ്ങനെ എഴുത്തുകാരനെ കാണുന്നു, എഴുത്തുകാരൻ എങ്ങനെ വായനക്കാരനെ കാണുന്നു വെച്ച് സംസാരിച്ചു. താങ്ക് യു. സാർ പരാമർശിച്ച കാര്യമുണ്ടായിരുന്നു, അതായത് ഈ എഴുത്തുകാരന്റെ വൈയക്തിക ജീവിതം എങ്ങനെയാണ് വായനയെ സ്വാധീനിക്കുന്നതിനെ കുറിച്ചിട്ട്. അത് മുൻകാലങ്ങളിൽ ഇപ്പൊ സാറ് സൂചിപ്പിച്ച പല എഴുത്തുകാരും അവരുടെ വ്യക്തിജീവിതത്തിൽ വളരെയധികമായിട്ടുള്ള മോശം സ്വഭാവം കാണിച്ചിരുന്നെങ്കിൽ പോലും അവരുടെ സാഹിത്യ സൃഷ്ടി അത് കാര്യമായിട്ട് ബാധിച്ചിരുന്നില്ല എന്നുള്ളൊരു ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ആദരിക്കുന്ന പല ആൾക്കാരുടെയും മറുവശം അത്ര അഭിലഷണീയമായ സാഹചര്യമല്ല. പക്ഷെ ഈ സോഷ്യൽ മീഡിയ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ എഴുത്തുകാരുടെ വ്യക്തിജീവിതം വളരെ പ്രകടമായിട്ട് പുറത്തേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. അത് ഒരു തരത്തില് എഴുത്തുകാരനെ സമീപിക്കുന്നതിലും എഴുത്തുകാരന്റെ സൃഷ്ടി സമീപിക്കുന്നതിലും സ്വാധീനിക്കുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിന് വളരെ കണ്ടംപററി ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ദിലീപിന്റെ പുതിയ സിനിമ ഞങ്ങൾ കാണില്ല എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സൂചിപ്പിച്ചാണ്. ഞാൻ ആ സിനിമയിലെ ചർച്ചയിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞതല്ല, അതിനൊരു ഉദാഹരണം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അതില് ഈ എഴുത്തുകാരൻ എൻ്റെ വ്യക്തി ജീവിതം എത്രമാത്രമാണ് കുറച്ചുകൂടി വെളിപ്പെട്ട് വരുമ്പോൾ എത്രമാത്രമാണ് അത് സൃഷ്ടിയെയും വായനക്കാരന് ആ എഴുത്തിനെയും നോക്കിക്കാണുന്നത് എന്നുള്ളതായിരുന്നു. അതിലൊരു മാറ്റം സംഭവിച്ചിട്ടില്ലേ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്ത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ചോദ്യമാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പുസ്തകം അതാണ് കാണിക്കുന്നത്, മോൺസ്റ്റേഴ്സ്. അതിനെപ്പറ്റി മാത്രം എഴുതിയേക്കുന്ന പുസ്തകമാണ്. ക്ലെയർ ഡെഡർ എഴുതിയേക്കുന്നതാണ് മോൺസ്റ്റേഴ്സ്. അവർ പറയുന്നത് ഒരുപാട് എഴുത്തുകാർ വളരെ മോശമായിട്ടാണ് സമൂഹത്തിൽ അവരുടെ രഹസ്യ ജീവിതം നടക്കുന്നത്. അവരുടെ മറ്റൊരു ലൈഫ് അങ്ങനെയാണ്. ഞാൻ ആലിസ് മുൻപോയുടെ എക്സാമ്പിൾ പറഞ്ഞു, പൊളൻസ്കിയുടെ എക്സാമ്പിൾ പറഞ്ഞു. അങ്ങനെ മറ്റ് അനേകം പേരുണ്ട്. അവർ കുട്ടികളെ റേപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം. അവരെയൊക്കെ നമ്മൾ വെറുതെ തള്ളിക്കളഞ്ഞാൽ അവരുടെ ഈ സാഹിത്യ സൃഷ്ടികൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെ ചെയ്യാമോ? ഇത് മാത്രമല്ല, ഇനിയുണ്ട്. ലിസ്റ്റ് കേട്ടാൽ നമ്മൾ അതിശയിച്ചു പോകും. ഈ മറ്റുള്ളവരെ റേപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ സെക്ഷുവൽ അഡ്വഞ്ചർ നടത്തുകയോ ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റ്: വുഡി അലൻ, ബിൽ കോസ്ബി, വില്യം ബറോസ്, റിച്ചാർഡ് വാഗ്നർ, സിഡ് വിഷ്യസ്, VS നൈപോൾ, ജോൺ ഗാലിയാനോ, നോർമൻ മെയ്ലർ, എൽസ പൗണ്ട്, ഫ്ലോയിഡ് മേവെതർ, ഇങ്ങനെ ആൻ സെക്സ്റ്റൺ, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. മൈൽസ് ഡേവിസ്, ഫിൽ സ്പെക്ടർ, പാബ്ലോ പിക്കാസോ,
ജോണി ഡെപ്പ്, ഇങ്ങനെ ഒരുപാട് പേര്. അപ്പൊ ഇത്രയും പേര് നമുക്ക് മാച്ചു കളയാൻ പറ്റും. അപ്പം സാഹിത്യം എവിടെ പോകും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ, ജൂറി സ്റ്റിൽ ഔട്ട് എന്നാണ്. കാര്യം ഇത് ആർക്കും തീരുമാനിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ടെക്സ്റ്റാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ടെക്സ്റ്റ് വായിക്കണം, വ്യക്തിയാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ നമ്മളത് വായിക്കരുത്, നമുക്ക് തള്ളിക്കളയണം, അവർ തള്ളിക്കളയണം. പക്ഷെ ലോകം അങ്ങനെയാണ്. ലോകത്തിൽ ഒരുപാട് പേര് പലതരത്തിലുള്ള മിസ്അഡ്വെഞ്ചർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ അവരെ വായിക്കാതിരിക്കുന്നത് നമ്മുടെ അനുഭവം. കാര്യം വായന എന്ന് പറയുന്നത് ഒരാള് നന്നായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു നിലപാട് നോക്കെടുക്കാം. പക്ഷെ അതോടൊപ്പം തന്നെ വായിക്കുന്ന നമ്മുടെ തന്നെ അനുഭവം മെച്ചപ്പെടാനും കൂടിയാണ്. ഞാനിപ്പം കുറെ പുസ്തകം വായിച്ചിട്ട്, ചാൾസ് ഡാർവിനെ വായിച്ചിട്ട് എനിക്ക് എൻ്റെ ചിന്താരീതി മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ ആ ചിന്താരീതി സൊസൈറ്റിയിൽ ഉപയോഗിക്കാൻ പറ്റുമല്ലോ, ബാക്കിയുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കാൻ പറ്റും. ആ പങ്കിടലിന് ഛേദം ഉണ്ടാകും. അതൊരു പ്രശ്നമാണ്. ആ പങ്കിടല് നശിച്ചു പോകും. അപ്പൊ എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. നമുക്കതിന് ഉത്തരവൊന്നുമില്ല. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള നമ്മുടെ നിലപാട് എന്താണോ അതനുസരിച്ചുള്ള യുക്തമായ തീരുമാനം എടുക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാര്യം എല്ലാവരും ഇതേക്കുറിച്ച് രണ്ട് അഭിപ്രായം പറയുന്നുണ്ട്. ഈ ആലിസ് മൺറോയുടെ കേസാണ് ഏറ്റവും അടുത്ത കാലത്ത് വന്നേക്കുന്നത്. അതിനെപ്പറ്റി ആർക്കും ഒരു ഫൈനൽ തീരുമാനം വന്നില്ല. ആലിസ് മൺറോ അവരുടെ സ്വന്തം മകള് അവരുടെ സ്റ്റെപ്പ് ഫാദറുമായിട്ടുള്ള ലൈംഗിക അനുഭവം ഉണ്ടായപ്പം അവര് നിശബ്ദതയോടുകൂടി പ്രതികരിച്ചു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതേസമയം അവർ എഴുതിയേക്കുന്ന മുഴുവനും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ്. അപ്പൊ ഈ ഒരു പ്രശ്നം നിലവിലുണ്ട്. ഉത്തരം പറയുക ബുദ്ധിമുട്ടാണ് ഇന്നത്തെ ഒരു രീതി. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ താങ്കളുടെ ചോദ്യത്തിൻ്റെ അകത്തുണ്ട്. കാര്യം എഴുത്തുകാരന്റെ ജീവിതം നമ്മൾ കാണേണ്ടതുണ്ടോ എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നത്, അത് ഇപ്പൊ മാധവിക്കുട്ടിയെ പറ്റി നമ്മൾ ഒരു കഥ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവരും പറയും മാധവിക്കുട്ടിയുടെ ജീവിതം അങ്ങനെയാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല. മാധവിക്കുട്ടി എഴുതുന്നത് വായിക്കുമ്പോൾ നമ്മൾ ആ എഴുത്തിനെ വെച്ചുകൊണ്ട് മുൻനിർത്തി തന്നെ അത് നമ്മൾ ചർച്ച ചെയ്യണം. അവരുടെ ജീവിതം അങ്ങനെ ആയതുകൊണ്ടാണെന്ന് പറയാൻ പാടില്ല. അതേസമയം അത് പറയാവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ജീവിതം എഴുത്ത് എന്നൊരു വിഭാഗമുണ്ട്, ഓർമ്മ എഴുത്ത് എന്ന് പറയുന്നത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഫ്രാങ്ക് മെർഫോർട്ട്, മറ്റേ ജാനറ്റ് വെൽസിന്റെ പുസ്തകം, അങ്ങനെ അവരുടെയൊക്കെ പുസ്തകത്തിനകത്ത് അവരുടെ ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളിൽ കൂടിയാണ് അവർ അയവിറക്കിക്കൊണ്ട് പോകുന്നത്. അനേസ് നീനിന്റെ ഡയറി എഴുത്ത്, അതൊക്കെ പറയുമ്പോൾ അവരുടെ ജീവിതം അവർ തുറന്നു കാട്ടുകയാണ്. അവര് നമ്മളെ എന്തുമാത്രം നമ്മൾ അറിയണമോ അത്രയും അവർ തുറന്നു കാണിക്കുന്നുണ്ട്. ആ വായനയിൽ നമ്മൾ അവരുടെ ജീവിതത്തിനെ നമുക്ക് റിവ്യൂ ചെയ്യാം. അതേസമയം അങ്ങനെ അല്ലാത്ത പുസ്തകത്തിൻ്റെ അകത്ത് അവരൊരു കഥാപാത്രമായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഉത്തരമായി എന്ന് തോന്നുന്നു. താങ്ക് യു. താങ്ക് യു. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ വേണമെങ്കിൽ ചോദിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നോബൽ ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം ആഴമേറിയ ഒരു ടോപ്പിക്കായിരുന്നു നമുക്ക് വേണ്ടി ഡോക്ടർ യു നന്ദകുമാർ പ്രസന്റ് ചെയ്തത്. വളരെയധികം ആഴത്തിലുള്ള ഒരു പഠനം ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ പ്രസക്തമായ രീതിയിൽ സാർ അത് അവതരിപ്പിച്ചു. സാറിന് ആദ്യം തന്നെ അതിന് നന്ദി പറയുന്നു. സി വി രാമൻ പിള്ളയിൽ തുടങ്ങിയിട്ട് ജെൻസി ലാംഗ്വേജ്, അതുപോലെ തന്നെ എന്താണ് പോസ്റ്റ് ഹ്യൂമനിസം എല്ലാം ടച്ച് ചെയ്ത് വളരെ വിഷയത്തിന്റെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമാക്കി തന്നു. അപ്പൊ സാറിന് നന്ദി പ്രത്യേകം ആൽബർട്ട ചാപ്റ്ററിന്റെ പേരിൽ പറയുകയാണ്. അതോടൊപ്പം നമ്മുടെ APCയുടെ ചെയർമാൻ ഡോക്ടർ ഇന്ദ്രാണി ബസൂറെ, ബോർഡ് സെക്രട്ടറി ജിസ്മോൻ സക്കറിയ, ഡോക്ടർ മാത്യു ജോയ്സ്, മറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കമലേഷ് മേത്ത, അജയ് ഘോഷ്, മീന ചിറ്റിലപ്പള്ളി, CG ഡാനിയൽ, പ്രവീൺ ചോപ്ര, ഡോക്ടർ PV ബൈജു, ജേക്കബ് കുടശനാട്, റെജി ഫിലിപ്പ്, ജേക്കബ് എബ്രഹാം, റീനി മെഹ്റ, ആഷ്ലി ജോസഫ്, ജോസഫ് ജോൺ, കോഴ്സൺ വർഗീസ്, ജോജി കവനാൽ, അനിൽ അഗസ്റ്റിൻ, ഡോക്ടർ ഈപ്പൻ ഡാനിയൽ, ഇത് കൂടാതെ മറ്റ് ചാപ്റ്റേഴ്സിൽ നിന്നും ഈ മീറ്റിംഗിൽ ഈ സെമിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും ആൽബർട്ട ചാപ്റ്ററിന്റെ പേരിൽ നന്ദി പറയുന്നു. അതുപോലെ ഇതിൽ നമ്മുടെ ആൽബർട്ട ചാപ്റ്ററിന് പുറമെ, അതുപോലെ IAPC ഓർഗനൈസേഷന് പുറമെ നിന്നും വന്നിട്ടുള്ള റൈറ്റേഴ്സ്, മറ്റ് സുഹൃത്തുക്കൾ, ഈ പങ്കെടുത്ത ബാക്കി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, അതുപോലെ നന്ദകുമാർ സാറിന് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
താങ്ക് യു ഓക്കെ, എല്ലാവർക്കും. സാറിന് എന്തെങ്കിലും നമസ്കാരം. പറയണമെങ്കിൽ വളരെ പറയാം. നന്ദി, വീണ്ടും നിർത്താം. വളരെ നന്ദി. ഇത്ര പറയാനാണ്. താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. ഗുഡ് ഡേ താങ്ക് ടു ഓൾ ഓഫ് യു. സാറിന്റെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട് സാറേ.